ഉറപ്പുവരുത്തൂ VKC മുദ്ര ചെരുപ്പിലും പാക്കിലും. VKC Pride. Celebrate hard work. നമസ്കാരം. സജീവമായ ഒരു വാർത്താ ദിനം കൂടി കടന്നു പോകുമ്പോൾ പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് വാർത്താമഴയിലൂടെ. ഞാൻ ഉന്മേഷ് ശിവരാമൻ, എന്നോടൊപ്പം അനുജ കൂടി ചേരുന്നുണ്ട്. അനുജ, ഇന്ന് ഒട്ടേറെ പ്രധാനപ്പെട്ട വാർത്തകൾ, കോടതി വ്യവഹാരങ്ങളായി, രാഷ്ട്രീയ വാർത്തകളായി, യുക്രൈൻ വാർത്തകളായി, അങ്ങനെ ഒട്ടേറെ വാർത്തകൾ കൊണ്ട് സജീവമായിരുന്നൊരു വാർത്താ ദിനമായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി G23, അതായത് കോൺഗ്രസിലെ തിരുത്തൽവാദി നേതാക്കളുടെ യോഗം പുരോഗമിക്കുകയാണ്. ഗുലാം നബി ആസാദിന്റെ വസതിയിലാണ് യോഗം എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. തീർച്ചയായും ഇതടക്കമുള്ള പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം വാർത്താമഴ പരിശോധിക്കും. ആദ്യം പോകുന്നത് വധഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. വധഗൂഢാലോചന കേസിൽ നടൻ ദിലീപിനെ വിളിച്ചവരിൽ DIG സഞ്ജയ് കുമാർ ഗുരുവിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. DIG സഞ്ജയ് കുമാർ ദിലീപുമായി 4 മിനിറ്റ് 12 സെക്കൻഡ് സംസാരിച്ചു എന്നാണ് കണ്ടെത്തൽ. ഫോണുകളിലെ തെളിവുകൾ നശിപ്പിച്ചെന്ന ആരോപണം തള്ളി ദിലീപ് ഇന്നലെ ഹൈക്കോടതിയിൽ മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്തു. വധഗൂഢാലോചന കേസിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം ദിലീപിനെ വിളിച്ചവരിൽ DIG K സഞ്ജയ് കുമാർ IPS ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വിവരമാണ് ഇന്ന് 24 പുറത്തുവിട്ടത്. ജനുവരി 8 രാത്രി 10:04 ദിലീപിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് DIG K സഞ്ജയ് കുമാർ IPS കോൾ എത്തുന്നത്. സംസാരം 4 മിനിറ്റ് 12 സെക്കൻഡ് നീണ്ടു നിന്നു. പിന്നാലെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണ് ദിലീപ് മാറ്റി. ജനുവരി 9 പുലർച്ചെ 1:15 ദിലീപ് ഫോണുകൾ മാറ്റിയതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ദിലീപ് അഭിഭാഷകനുമായി ഫോണിൽ ബന്ധപ്പെട്ടതിന് പിന്നാലെയാണ് K സഞ്ജയ് കുമാർ IPS ദിലീപിനെ വിളിച്ചത് എന്നത് സംശയത്തിന് ഇടം നൽകുന്നതാണ്. സഞ്ജയ് കുമാർ IPS ദിലീപിനെ വിളിച്ചതിന്റെ തെളിവ് സഹിതമുള്ള വാർത്തകൾ 24 പുറത്തുവിട്ടതിന് പിന്നാലെ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗവും ക്രൈംബ്രാഞ്ചും DIGക്കെതിരെയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിനിടെ അതിജീവിതയുടെ ഭാഗത്തു നിന്നൊരു നീക്കമുണ്ടായി. ദിലീപിന്റെ അഭിഭാഷകനെതിരെ ബാർ കൗൺസിലിന് പരാതി നൽകി അതിജീവിത. അഡ്വക്കേറ്റ് B രാമൻപിള്ള അടക്കമുള്ളവർക്കെതിരെയാണ് പരാതി. സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും B രാമൻപിള്ള നേതൃത്വം നൽകിയതായി പരാതിയിൽ പറയുന്നു. അഭിഭാഷകർക്കെതിരെ അന്വേഷണം നടത്തി നടപടി വേണമെന്നും നടി ആവശ്യപ്പെടുന്നു. ശ്രദ്ധേയമായ നീക്കമാണ് ഇന്ന് അതിജീവിതയിൽ നിന്നും ഉണ്ടായത്. ദിലീപിന്റെ അഭിഭാഷകർ പ്രതിയുമായി ചേർന്ന് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആരോപണം. അഭിഭാഷകരായ അഡ്വക്കേറ്റ് B രാമൻപിള്ള, T ഫിലിപ്പ് വർഗീസ്, സുജേഷ് മേനോൻ എന്നിവരാണ് കേസ് അട്ടിമറിക്കാൻ നേതൃത്വം നൽകുന്നതെന്ന് ഇവർ ബാർ കൗൺസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. അഡ്വക്കേറ്റ് B രാമൻപിള്ള സാക്ഷികളെ നേരിട്ട് വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചു. തൻ്റെ ഓഫീസിൽ വെച്ച് ദിലീപിൻ്റെ ഫോണിലെ വിശദാംശങ്ങൾ മുഴുവൻ നശിപ്പിച്ച് കളയുകയും ചെയ്തു. കേസിൽ 20 സാക്ഷികൾ കൂറുമാറിയതിന് പിന്നിലും അഭിഭാഷക സംഘമുള്ളതായി നടി ആരോപിക്കുന്നു. ദിലീപിന്റെ അഭിഭാഷകർ അഭിഭാഷക വൃത്തിയുടെ അന്തസ്സ് ഹനിച്ചു എന്നാണ് നടിയുടെ മറ്റൊരാക്ഷേപം. ഇവർക്കെതിരെ അന്വേഷണം നടത്തി നടപടിയെടുക്കണമെന്നും നടി ആവർത്തിച്ചാവശ്യപ്പെടുന്നു. സാഹചര്യം കലുഷിതമാകുമെന്ന ഉറപ്പ്. പരാതി പരിഗണിക്കാമെന്ന ബാർ കൗൺസിൽ നടിക്ക് മറുപടി നൽകിക്കഴിഞ്ഞു. പരാതിയിൽ ചില തെറ്റുകളുണ്ട്. അവ തിരുത്തി നൽകുന്നതിനൊപ്പം പരാതിയുടെ 30 പകർപ്പും 2500 രൂപ ഫീസും നൽകണം. അത്രമാത്രം മതിയാകും. അതായത് കളിയിൽ
കൂടുതൽ കളിക്കാർ രംഗപ്രവേശം ചെയ്യുകയാണ്. തിരുത്തൽവാദി നേതാക്കൾക്ക് കോൺഗ്രസിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വരും മണിക്കൂറുകളിൽ വ്യക്തമാകുമെന്നാണ് തോന്നുന്നത്. അനിത, അഞ്ച് യോഗം നടക്കുന്നുണ്ടല്ലേ? അതെ, ഗുലാം നബി ആസാദിന്റെ വസതിയിൽ യോഗം പുരോഗമിക്കുന്നു. കോൺഗ്രസിലെ സംഘടനാ പ്രതിസന്ധിക്ക് പുതിയ മാനം നൽകിയാണ് തിരുത്തൽവാദി നേതാക്കളുടെ വിശാല യോഗം ഇപ്പോൾ ഡൽഹിയിൽ ചേരുന്നത്. ഗുലാം നബി ആസാദിന്റെ വസതിയിൽ ചേരുന്ന യോഗത്തിൽ ആനന്ദ് ശർമ്മ, മനീഷ് തിവാരി, ശശി തരൂർ, PJ കുര്യൻ, മണിശങ്കർ അയ്യർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. അമരീന്ദർ സിംഗിന്റെ ഭാര്യ പർണീത് കൗറും യോഗത്തിൽ പങ്കെടുക്കുന്നു. നെഹ്റു കുടുംബം കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് മാറണമെന്ന കപിൽ സിബലിന്റെ ആവശ്യത്തിന് പിന്നാലെയാണ് ഇപ്പോൾ യോഗം ചേരുന്നത്. ഡൽഹിയിൽ നാർ രാധാകൃഷ്ണനാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി വാർത്താമഴയിൽ ചേരുന്നത്. രാധാകൃഷ്ണൻ, വാർത്താമഴയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കപിൽ സിബലിന്റെ ആവശ്യം, അതായത് നെഹ്റു കുടുംബം നേതൃത്വത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന ആ ആവശ്യത്തിലേക്ക് യോഗം എത്തിച്ചേരുമെന്നാണോ അറിയാൻ കഴിയുന്നത്? യോഗത്തിന് ഉള്ളിൽ നടക്കുന്നത് എന്ത് എന്നതിന്റെ എന്തെങ്കിലും സൂചന നമുക്ക് കിട്ടുന്നുണ്ടോ? അനുജ, ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ G23 അതിന്റെ രാഷ്ട്രീയ രൂപം കൈവരിച്ചിരിക്കുന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ആ രാഷ്ട്രീയ ചിന്തകളുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള രൂപമാണ് കപിൽ സിബൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസിൽ കൂടി വിശദീകരിച്ചത്. അതിലേറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാരണം നെഹ്റു കുടുംബം മാറി നിന്നുകൊണ്ട് തൽക്കാലം കോൺഗ്രസിന്റെ നവീകരണം സാധ്യമാക്കണം എന്നുള്ളതാണ്. ഇതുവരെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ പറഞ്ഞു കേട്ടത് നെഹ്റു കുടുംബം കോൺഗ്രസിന്റെ തലപ്പത്തുണ്ടെങ്കിൽ കോൺഗ്രസിന് എക്കാലത്തും മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലനിൽക്കാൻ സാധിക്കും എന്നതായിരുന്നു. എന്നാൽ അതിന് തൊട്ട് വിപരീതമായിട്ടുള്ള ഒരു ആശയം പങ്കുവയ്ക്കുകയാണ് കപിൽ സിബൽ ചെയ്തത്. ഒരുപക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഈ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ വരുന്നതിന് ആദ്യഘട്ടത്തിൽ G23 പൂർണ്ണമായിട്ടും യോജിപ്പായിരുന്നു. സംഘടനാ തലത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ മാറിയാൽ ഈ കാര്യങ്ങളെല്ലാം ശരിയാകും എന്ന വിലയിരുത്തലായിരുന്നു ഈ G23 ഉണ്ടായിരുന്നത്. എന്നാൽ അവിടെ നിന്ന് ബഹുദൂരം പോയിരിക്കുന്നു. ഈ കൂട്ടിച്ചേർത്താൽ ഒരുമിച്ച് പോകാൻ സാധിക്കാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതിന് തുടർച്ച എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം കപിൽ സിബലിന്റെ പ്രസ്താവനയും വന്നിരിക്കുന്നത്. ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, കോൺഗ്രസിന് ഒരു സ്ഥിരം അധ്യക്ഷൻ വേണം എന്ന നിലപാടിലേക്ക് G23 എത്തും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്ഥിരം അധ്യക്ഷൻ എന്ന രാഷ്ട്രീയ ഉപായത്തിലേക്ക് എങ്ങനെ പോകാൻ സാധിക്കും, അതിനുള്ള വഴികൾ എങ്ങനെ G23 നിർദ്ദേശിക്കും എന്നതാണ്. G23 സംബന്ധിച്ച് ചില G23-യുടേതായിട്ടുള്ള ചില നിർദ്ദേശങ്ങളുണ്ട്. അത് മുതിർന്ന നേതാക്കൾ ആയിട്ടുള്ള ആരെങ്കിലും, ഉചിതമായിട്ടുള്ള മുതിർന്ന നേതാക്കളിൽ ആരെങ്കിലും G23 നേതൃനിരയിൽ വരണം എന്നുള്ളതാണ്. അഥവാ അങ്ങനെ സാധിച്ചില്ലെങ്കിൽ ശശി തരൂരിനെയും പോലെയുള്ള നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട്, അവർക്ക് ആ പദവി ലഭ്യമാക്കണം എന്നതാണ് നിലപാട്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരം അധ്യക്ഷൻ എന്ന നിലപാടിൽ G23 എത്തിച്ചേരും. അത് ഫലത്തിൽ താൽക്കാലിക അധ്യക്ഷ എന്ന രീതിയിൽ സോണിയാഗാന്ധിയുടെ രാജി ആവശ്യപ്പെടുകയും കൂടിയായി നമുക്ക് വിലയിരുത്താം. കഴിഞ്ഞ ദിവസമാണ് വർക്കിംഗ് കമ്മിറ്റിയുടെ യോഗം ചേർന്നതും അവരുടെ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചതും ഔദ്യോഗികമായി തന്നെ ആ തീരുമാനങ്ങൾ പുറത്തു വരികയും ചെയ്തു. അപ്പോൾ അത് പ്രഖ്യാപിക്കവേ KC വേണുഗോപാൽ പറഞ്ഞത് ഇത് G23 നേതാക്കളോട് കൂടി ആവശ്യപ്രകാരമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ഇവരിങ്ങനെ ഒരു യോഗം ചേരുമ്പോൾ അതിൽ ഔദ്യോഗിക നേതൃത്വത്തിന്റെ നിലപാട് എങ്ങനെയായിരിക്കും? 2014 മുതലുള്ള തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ഈ പരാജയം പഠിക്കാനായിട്ട് സമിതികളെ നിയോഗിക്കുന്നുണ്ട്. ആ സമിതികൾ പല ഘട്ടങ്ങളിലായിട്ട് 2014 തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായി, വ്യത്യസ്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയുണ്ടായി, അതിനുശേഷം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായി. അപ്പോഴും സമിതികളെ നിയോഗിച്ചു. അങ്ങനെ ഏതാണ്ട് 8ഓളം സമിതികളാണ് വന്നത്. ഇതിൽ നാമമാത്രമായിട്ട് നടപടിയെടുത്തത് കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ, കഴിഞ്ഞ ഘട്ടത്തിൽ ഉണ്ടായ ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നാമമാത്രമായിട്ടുള്ള നടപടികൾ ഉണ്ടായത്. ഇത്തവണ ഇതേ രീതിയിലുള്ള ഒരു സമിതി കൊണ്ട് കാര്യങ്ങളെ പൂർത്തിയാക്കാം എന്ന് ഈ G23 കരുതുന്നില്ല. അതാണ് അവരുടെ അടിസ്ഥാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 5 സംസ്ഥാനങ്ങളിലെ PCC അധ്യക്ഷന്മാരെ മാറ്റുക എന്ന നീക്കത്തിലോട്ട് എത്തിയതോടുകൂടി ദേശീയ തലത്തിലുള്ള മറ്റുള്ളവർക്ക് സ്ഥാനചലനം ഉണ്ടാകില്ല എന്നൊരു ധാരണയുണ്ടായിരിക്കുന്നു. ആ ധാരണയിൽ സംതൃപ്തിപ്പെടാനായി ഇപ്പോൾ തൽക്കാലം G23 തയ്യാറല്ല. ഇതാണ് ഏറ്റവും അടിസ്ഥാനമായും അവർ അടുത്ത ദിവസങ്ങളിൽ ഉയർത്താൻ പോകുന്ന, കോൺഗ്രസിനുള്ളിൽ ഉയർത്താൻ പോകുന്ന ചിന്തകൾ. അതിൽ ചിന്തൻ ബൈഠക് വിളിക്കാനായിട്ട് പോകുന്നുണ്ട്. പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞാലുടൻ അതിലേക്ക് കടക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതുവരെയുള്ള സമയത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഈ വികാരം, G23 വികാരം ശക്തമാക്കുന്ന വിധത്തിൽ നിരവധി നേതാക്കന്മാരുണ്ട്. അവരെ
കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. തീർച്ചയായിട്ടും ഗുലാം നബി ആസാദിന്റെ വസതിയിലാണ് ഈ യോഗം നടക്കുന്നത്. കപിൽ സിബൽ അടക്കമുള്ള നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ശശി തരൂരും PJ കുര്യനും അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. G23 നേരത്തെ 23 നേതാക്കന്മാരുണ്ടായിരുന്നു. അതിൽ രാജ് ബബ്ബറും ഒപ്പം രാജ് ബബ്ബർ അടക്കമുള്ള 2 നേതാക്കന്മാർ മാത്രമാണ് ഇപ്പോൾ G23യിൽ ഇല്ലാത്തത്. മറ്റുള്ള നേതാക്കന്മാരെല്ലാം ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അനുജ, അല്പസമയത്തിനകം ഈ യോഗത്തിന്റെ തീരുമാനങ്ങൾ അറിയാൻ കഴിയും. ആ സമയം രാധാകൃഷ്ണനിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യാം. ഡൽഹിയിൽ ഇപ്പോൾ ഗുലാം നബി ആസാദിന്റെ വസതിയിലാണ് യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വാർത്താമഴ ഇനി പോകുന്നത് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്കാണ്. നോക്കാം തലക്കെട്ടുകൾ. സിൽവർ ലൈൻ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാർ. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഗൗരവതരമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി. അന്തിമാനുമതി വിശദ പരിശോധനയ്ക്ക് ശേഷം മാത്രമെന്നും അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ. സിൽവർ ലൈൻ സർവേക്കെതിരെ മലപ്പുറം തിരൂരിൽ വൻ പ്രതിഷേധം. സ്ത്രീകളുടെ നേതൃത്വത്തിൽ സർവേ കല്ലുകൾ പിഴുതെറിഞ്ഞു. നടൻ ദിലീപ് ഉൾപ്പെട്ട വധഗൂഢാലോചന കേസിൽ DIG സഞ്ജയ് കുമാർ ഗുരുതിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം. ദിലീപ് ഫോൺ മാറ്റിയത് DIG വിളിച്ച ശേഷമെന്ന് തെളിയിക്കുന്ന രേഖകൾ 24-ന്. തെളിവ് നശിപ്പിച്ച ദിലീപിന്റെ അഭിഭാഷകർക്കെതിരെ നടപടി വേണമെന്ന് അതിജീവിത ബാർ കൌൺസിലിന് പരാതി നൽകി. പിഴവുകളുണ്ടെന്നും തിരുത്തി നൽകണമെന്നും ബാർ കൌൺസിൽ. വഖഫ് ബോർഡ് നിയമന വിഷയം ചർച്ച ചെയ്യാൻ യോഗം വിളിച്ച് മുഖ്യമന്ത്രി. മുസ്ലിം സംഘടനകളുടെ യോഗം അടുത്ത മാസം 20-ന് തിരുവനന്തപുരത്ത്. മുഖ്യമന്ത്രി നയം വ്യക്തമാക്കണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്ന സമീപനം അവസാനിപ്പിക്കണമെന്നും ആവശ്യം. തിരുവനന്തപുരം ലോ കോളേജ് സംഘർഷത്തിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് വാക്പോര്. വിഷയം ലോക്സഭയിൽ ഉന്നയിച്ച് ഹൈബി ഈഡൻ. SFIയെ നിരോധിക്കണമെന്നാവശ്യം. സെക്രട്ടേറിയറ്റിലേക്ക് KSU നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. ഇടുക്കി കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ SFI KSU പ്രവർത്തകർ ഏറ്റുമുട്ടി. ക്യുസാറ്റ് യൂണിയൻ തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. A റഹീം CPIഎമ്മിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി. കോൺഗ്രസ് പരിഗണനാ പട്ടികയിൽ M ലിജുവിന്റെ പേരുണ്ടെന്ന് K സുധാകരൻ. കോൺഗ്രസിലെ തിരുത്തൽവാദികളുടെ യോഗം ഡൽഹിയിൽ. പഞ്ചാബ് മുഖ്യമന്ത്രിയായി ആം ആദ്മി നേതാവ് ഭഗവത് മാൻ സത്യപ്രതിജ്ഞ ചെയ്തു. കേരള സർവകലാശാല ലെക്സിക്കൻ മേധാവി ഡോക്ടർ പൂർണിമ മോഹൻ രാജിവെച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി R മോഹന്റെ ഭാര്യയുടെ രാജി ഗവർണർ വിശദീകരണം തേടിയതിനു പിന്നാലെ. ലൈംഗിക പീഡന പരാതിയിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ നടപടി. ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ K ഹാരിസിനെ പുറത്താക്കി. നടപടി കാലിക്കറ്റ് സർവകലാശാല ചരിത്രത്തിൽ ഇതാദ്യം. നമ്പർ 18 ഹോട്ടൽ പോക്സോ കേസിലെ 3-ാം പ്രതി അഞ്ജലി റിമാദേവിനെ ചോദ്യം ചെയ്ത അന്വേഷണ സംഘം. മറ്റന്നാൾ വീണ്ടും ഹാജരാകാൻ നിർദ്ദേശം. സത്യം എന്നായാലും തെളിയുമെന്ന് അഞ്ജലി. ഇരിങ്ങാലക്കുടയിൽ കോളേജ് വിദ്യാർത്ഥിനിയെ ശല്യപ്പെടുത്തിയത് ചോദ്യം ചെയ്ത സഹപാഠിക്ക് കുത്തേറ്റു. പട്ടാപ്പകൽ നടുറോഡിൽ വിദ്യാർത്ഥിയെ കുത്തിവീഴ്ത്തിയത് ബൈക്കിലെത്തിയ 2-അംഗ സംഘം. രാജ്യത്ത് 12 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കോവിഡ് വാക്സിനേഷന് തുടക്കം. സംസ്ഥാനത്ത് ഓരോ ജില്ലയിലും തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ വാക്സിനേഷൻ ക്യാമ്പുകൾ. കുട്ടികൾക്ക് നൽകുന്നത് കോർബെവാക്സ്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള കരുതൽ ഡോസ് വിതരണവും തുടങ്ങി. യുക്രൈനുമായി നടക്കുന്ന ചർച്ചയിൽ പുരോഗതിയുണ്ടെന്ന് റഷ്യ. ഒത്തുതീർപ്പ് പ്രതീക്ഷിക്കുന്നതായി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്. റഷ്യൻ അധിനിവേശത്തിന്റെ 20-ാം ദിനവും ശക്തമായ ആക്രമണം. മരിയുപോളിലെ ആശുപത്രിയിൽ 400-ലേറെ രോഗികളെയും ഡോക്ടേഴ്സിനെയും റഷ്യൻ സൈന്യം ബന്ദികളാക്കിയെന്ന് പ്രാദേശിക ഭരണകൂടം. ലൈഫ് മിഷൻ ഭവന പദ്ധതിയിലെ തുക വിതരണത്തിൽ വൻ ക്രമക്കേട്. കോട്ടയം 3 പഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഗുണഭോക്താക്കളെ വെട്ടിച്ചെടുത്തത് 67 ലക്ഷം രൂപ. VEO ജോൺസൺ ജോർജിനെതിരായ ഓഡിറ്റ് വകുപ്പ് റിപ്പോർട്ട് 24-ന്. തദ്ദേശ സ്ഥാപനങ്ങളിലെ ക്രമക്കേടുകൾ പുറത്തെത്തിക്കാൻ 24 വാർത്താ പരമ്പര തദ്ദേശ കൊള്ള. പ്രധാന വാർത്തകൾക്ക് ശേഷം വാർത്താമഴ പോകുന്നത് നമ്പർ 18 ഹോട്ടൽ പോക്സോ കേസുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. 3-ാം പ്രതി അഞ്ജലി റിമാദേവിനോട് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അഞ്ജലിയെ മറ്റന്നാൾ ചോദ്യം ചെയ്യും. ഫോണുകൾ ഹാജരാക്കാൻ നിർദ്ദേശമുണ്ട്. അഞ്ജലിയുടെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. അരുൺരാജ് വിശദാംശങ്ങളുമായി. അരുൺരാജ്, വാർത്താമഴയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ കേസിലെ മുഴുവൻ പ്രതികളും പോലീസിന്റെ വലയിലുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം വളരെ ഊർജിതമായി മുന്നോട്ട് പോകുന്നുണ്ടോ? എന്തൊക്കെ വിശദാംശങ്ങളാണ് ഈ ഘട്ടത്തിൽ പോലീസിന്റെ പക്കലുള്ളത്?
അനുജ, ഉന്മേഷ്, എന്തായാലും നമ്പർ 18 ഹോട്ടലുമായി ബന്ധപ്പെട്ട പോക്സോ കേസിൽ അന്വേഷണം അതിന്റെ പൂർണ്ണമായ തോതിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. മൂന്നാം പ്രതിയായ അഞ്ജലി റിമാദേവിനെയാണ് അന്വേഷണ സംഘം ഇന്ന് 3 മണിക്കൂർ ചോദ്യം ചെയ്തത്. പക്ഷേ ഈ ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായ സഹകരണം അഞ്ജലിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. കാരണം ഈ ചോദ്യം ചെയ്യലിനെത്തിയപ്പോൾ നേരത്തെ അന്വേഷണ സംഘം ആവശ്യപ്പെട്ട പ്രകാരമുള്ള ഫോണുകളടക്കമുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാക്കാൻ അഞ്ജലി തയ്യാറായില്ല. എന്തായാലും ഈ ചോദ്യം ചെയ്യൽ വീണ്ടും തുടരും എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിയുന്നത്. മറ്റന്നാൾ വീണ്ടും ഹാജരാകണമെന്ന നിർദ്ദേശം അഞ്ജലിക്ക് നിലവിൽ അന്വേഷണ സംഘം നൽകിയിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യലിന് മറ്റന്നാൾ എത്തുമ്പോൾ ഫോണുകൾ അടക്കമുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറണം എന്നുള്ളതാണ് അന്വേഷണ സംഘം നിർദ്ദേശിച്ചിട്ടുള്ളത്. കാരണം അഞ്ജലിയുടെ ഫോണിൽ നിന്ന് നിരവധിയായ രേഖകളടക്കം ലഭിക്കാനുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഈ പരാതിക്കാരിയെ രണ്ടുപേരും പറഞ്ഞിരിക്കുന്ന മൊഴി അനുസരിച്ചാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ കേസിനെ സാധൂകരിക്കുന്ന കേസിന്റെ മുഴുവൻ തെളിവുകളും അഞ്ജലിയുടെ ഫോണിൽ ഉണ്ടെന്നും അഞ്ജലി ആരൊക്കെയുമായി നിരവധിയായ തവണകളിൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്ന വിവരവും ഈ ഫോണുകൾ പരിശോധിച്ചാൽ ലഭ്യമാകുമെന്നുമാണ് ഇവരുടെ മൊഴി. സ്വാഭാവികമായും ഇത് പരിശോധിക്കേണ്ടത് അനിവാര്യമെന്ന ഒരു സ്ഥിതിയിലേക്ക് അന്വേഷണ സംഘവും എത്തി നിൽക്കുകയാണ്. എന്തായാലും 3 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷം അഭിഭാഷകനൊപ്പമാണ് അഞ്ജലി ഇന്ന് മടങ്ങിയത്. എന്തായാലും മറ്റന്നാൾ വീണ്ടും അഞ്ജലി ഹാജരാവുകയും ചോദ്യം ചെയ്യലിന് വിധേയമാവുകയും ചെയ്യും. ശരി, അഞ്ജലി റിമാദേവിന്റെ ചോദ്യം ചെയ്യൽ മറ്റന്നാൾ തുടരും എന്നാണ് ഇപ്പോൾ അരുൺ രാജ് റിപ്പോർട്ട് ചെയ്യുന്നത് കൊച്ചിയിൽ നിന്നും. അടുത്ത വാർത്തയിലേക്ക്. ലൈംഗിക പീഡന ആരോപണത്തെ തുടർന്ന് കാലിക്കറ്റ് സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസറെ പുറത്താക്കി. ഇംഗ്ലീഷ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ഹാരിസിനെയാണ് പുറത്താക്കിയത്. വിദ്യാർത്ഥി നൽകിയ പരാതിയെ തുടർന്ന് ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിന്റേതാണ് തീരുമാനം. ഉന്മേഷ്, ഇങ്ങനെയൊരു തീരുമാനം കാലിക്കറ്റ് സർവകലാശാലയുടെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ് എന്നതാണ് അതിന്റെ സവിശേഷത. റിപ്പോർട്ട് കാണാം. ജൂലൈയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അധ്യാപകൻ സസ്പെൻഷനിലായതിനു പിന്നാലെ കൂടുതൽ വിദ്യാർത്ഥികൾ പരാതിയുമായി രംഗത്തെത്തി. ഇതോടെ തേഞ്ഞിപ്പാലം പോലീസ് അധ്യാപകനെ അറസ്റ്റ് ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ കേസ് അന്വേഷിക്കാൻ ഇന്റേണൽ കമ്മിറ്റിയെ സർവകലാശാല നിയോഗിച്ചു. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അധ്യാപകനെ സർവീസിൽ നിന്നും പുറത്താക്കിയത്. കാലിക്കറ്റ് സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു അധ്യാപകനെതിരെ ലൈംഗിക ചൂഷണ പരാതിയുമായി ഒരു വിദ്യാർത്ഥി രംഗത്തെത്തുന്നത്. ഇംഗ്ലീഷ് അസിസ്റ്റന്റ് പ്രൊഫസർ കെ ഹാരിസിനെതിരെയാണ് ലൈംഗിക ചൂഷണ പരാതിയുമായി ഗവേഷക വിദ്യാർത്ഥി രംഗത്തെത്തുന്നത്. സംഭവത്തിൽ അന്നു തന്നെ തേഞ്ഞിപ്പാലം പോലീസ് കേസെടുത്തു. ഇയാളെ അന്വേഷണ വിധേയമായി സർവകലാശാല സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്കാണ്. ടാറ്റു സ്റ്റുഡിയോകളിൽ എക്സൈസിന്റെ പരിശോധന നടന്ന ദിവസമാണ്. ടാറ്റു ചെയ്യാനെത്തുന്നവർക്ക് ലഹരി മരുന്ന് നൽകുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. എന്നാൽ ലഹരി കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൊച്ചിയിലെ ടാറ്റു പീഡന കേസിൽ പ്രതി സുജീഷുമായി ഇന്ന് പാലാരിവട്ടം പോലീസ് തെളിവെടുപ്പ് നടത്തി. ആലിൻ ചുവട്ടിലുള്ള സുജീഷിന്റെ ടാറ്റു സ്റ്റുഡിയോയിലായിരുന്നു തെളിവെടുപ്പ്. സ്ഥാപനത്തിൽ വെച്ച് സുജീഷ് ലൈംഗികാതിക്രമണം നടത്തിയെന്ന പരാതിയിലായിരുന്നു നടപടി. കേസിൽ ഇനിയും സുജീഷ് കുറ്റം സമ്മതിച്ചിട്ടില്ല. സ്ത്രീകളുടെ ശരീരത്തിൽ സ്പർശിച്ചത് ജോലിയുടെ ഭാഗമായെന്നാണ് സുജീഷിന്റെ വാദം. തന്നെ കുടുക്കിയതിന് പിന്നിൽ ഒരു ബിസിനസ് ഗ്രൂപ്പാണെന്നും സുജീഷ് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അതേസമയം കൊച്ചിയിലെ ടാറ്റു സ്റ്റുഡിയോകളിൽ ഇന്ന് എക്സൈസ് സംഘത്തിന്റെ വ്യാപക പരിശോധനകൾ നടന്നു. അങ്കമാലി, കലൂർ, പാലാരിവട്ടം എന്നിവിടങ്ങളിലെ ടാറ്റു സ്റ്റുഡിയോകളിലാണ് എക്സൈസ് സംഘം മിന്നൽ പരിശോധന നടത്തിയത്. ടാറ്റു ചെയ്യാനെത്തുന്നവർക്ക് വേദനിക്കാതിരിക്കാൻ ലഹരി മരുന്നുകൾ നൽകുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം ടാറ്റു സ്റ്റുഡിയോകളിൽ
വ്യാപക പരിശോധനകൾ നടത്തിയത്. റൂറൽ മേഖലയിലും നഗരപരിധിയിലും ഒന്നിച്ചായിരുന്നു പരിശോധനകൾ. കൊച്ചിയിൽ ഇന്ന് നടത്തിയ പരിശോധനയിൽ ലഹരി വസ്തുക്കളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ എറണാകുളം ജില്ലയിലും അതിനെ സംബന്ധിച്ച് റെയ്ഡ് നടത്തി. പക്ഷേ റെയ്ഡിൻ്റെ സമയത്ത് നമുക്ക് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എങ്കിലും ഈ പരാതികളുടെ അടിസ്ഥാനത്തിലും അങ്ങനെ അവിടെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത്തരം സ്ഥലങ്ങളിൽ പരിശോധനകൾ നടത്തിയിട്ടുള്ളത്. അത് തുടർന്നും അങ്ങനെയുള്ള പരിശോധനകൾ നടത്തും. ഒരു പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിലും അടുത്ത കാലത്തുണ്ടായ പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലുണ്ടായിട്ടുള്ള ഒരു റെയ്ഡാണ്. കൊച്ചിയിലെ ടാറ്റു സ്റ്റുഡിയോയിൽ യുവതികളോട് അപമര്യാദയായി പെരുമാറിയ സംഭവം പുറത്തുവന്ന പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ടാറ്റു സ്റ്റുഡിയോകൾ കേന്ദ്രീകരിച്ചുള്ള എക്സൈസ് സംഘത്തിന്റെ വ്യാപക പരിശോധനകൾ. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധനയുടെ ഭാഗമായി വരും ദിവസങ്ങളിലും കൊച്ചിയിലേതുൾപ്പെടെയുള്ള ടാറ്റു കേന്ദ്രങ്ങളിൽ വീണ്ടും പരിശോധനകൾ ഉണ്ടായേക്കും. ഉന്മേഷ്, ഇന്നലെ ഏതാണ്ട് ഈ സമയത്ത് തിരുവനന്തപുരം ലോ കോളേജിൽ ഒരു സംഘർഷമുണ്ടായി. പിന്നീട് അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു. ആ ദൃശ്യത്തിൽ കോളേജിലെ KSU യൂണിറ്റ് സെക്രട്ടറി വനിതയാണ്. അവരെ തല്ലിച്ചതയ്ക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അത് നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിച്ചതുമാണ്. ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്തത്. ആ വിഷയം ഇന്നിപ്പോൾ നിയമസഭയിൽ വലിയ ചർച്ചയായി മാറി. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായി വലിയ വാക്പോരും നിയമസഭയിലുണ്ടായി. എതിരാളികളെ ഇല്ലാതാക്കാൻ ഉത്തരവ് കൊടുത്ത പാർട്ടി സെക്രട്ടറിയുടെ നിലവാരത്തിലേക്ക് മുഖ്യമന്ത്രി തരം താഴരുത് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി തോറ്റതോടെ പ്രതിപക്ഷ നേതാവിന്റെ മനോനില തകർന്നെന്ന് മുഖ്യമന്ത്രിയും തിരിച്ചടിച്ചു. നിയമസഭയിൽ ഇന്ന് എന്താണ് ഉണ്ടായത് കാണാം. ലോ കോളേജിലെ SFI KSU സംഘർഷം വിഷയമങ്ങ് ലോക്സഭ വരെ എത്തി. നിയമസഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്പോര്. വീണ്ടുകിട്ടിയ ആയുധമെന്നോണം പ്രതിപക്ഷം സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ്. ഇന്നലെ രാത്രി 8 മണിക്കാണ് സംഘർഷമുണ്ടായത്. യൂണിറ്റ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട തർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. വിദ്യാർത്ഥികൾ തമ്മിൽ പോരടിച്ചു. KSU യൂണിറ്റ് പ്രസിഡന്റ് സഫ്ന എന്ന വിദ്യാർത്ഥിയെ കൂട്ടമായി ആക്രമിച്ചു, വലിച്ചിഴച്ചു. ഇന്നലെയായിരുന്നു ഞങ്ങളുടെ കോളേജ് യൂണിയൻ ഇനോഗ്രേഷൻ. അതിനുശേഷം ഒരു 8:30 അടുപ്പിച്ച് ഞങ്ങൾ കോളേജിന് പുറത്തേക്ക് പോകുന്ന സമയത്ത് SFIക്കാർ വളഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. കോളേജിലെ അക്രമ സംഭവങ്ങൾക്ക് ശേഷം KSU പ്രവർത്തകരുടെ വീട് കയറി ആക്രമിച്ചുവെന്നും ഭീഷണിപ്പെടുത്തിയെന്നും വിദ്യാർത്ഥികൾ പരാതിപ്പെടുന്നുണ്ട്. മുൻപും SFIയുടെ ഭാഗത്ത് നിന്ന് സമാന സ്വഭാവത്തിലുള്ള ആക്രമണമുണ്ടായെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. പക്ഷേ ഇത്തവണ ഒരു പെൺകുട്ടിയെ ക്രൂരമായി ആക്രമിച്ച് വലിച്ചിഴച്ചിട്ടും പോലീസ് കയ്യും കെട്ടി നോക്കി നിന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഈ നടക്കുന്ന അക്രമങ്ങളെല്ലാം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മുൻപിലിട്ടാണ് നടക്കുന്നത്. KSUവിന്റെ വനിതാ യൂണിറ്റ് പ്രസിഡന്റിനെ വലിച്ചിഴച്ച് വസ്ത്രാക്ഷേപം നടത്താൻ പോലും അവർ ശ്രമിച്ചു. ലോ കോളേജ് സംഘർഷം നിയമസഭയിലും ചർച്ചയായി. സബ്മിഷനായി ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ SFIയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. സാർ, ഇപ്പോൾ SFI പ്രവർത്തകരെയും ഗുണ്ടകളെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയാണ് കേരളത്തിൽ. കേരളത്തിൽ ഗുണ്ടകളെ പോലെ പെരുമാറുന്ന ഒരു കൂട്ടം ആളുകൾക്ക് ലൈസൻസ് കൊടുക്കുകയാണ് ഇന്ന്. SFIക്കെതിരെയുള്ള പ്രതിപക്ഷ ആരോപണം മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചു. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിച്ചു. ഒരു വിദ്യാർത്ഥി സംഘടനയെ ആക്ഷേപിക്കുന്നതിന് അതിര് വേണമെന്ന മുഖ്യമന്ത്രിയുടെ പിന്തുണ. ഇപ്പോ അദ്ദേഹം പ്രകടിപ്പിച്ച വികാരം എന്താണ്? കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്കെതിരായി കുറഞ്ഞു തുള്ളുന്ന പഴയ KSUക്കാരനോ യൂത്ത് കോൺഗ്രസ്സുകാരനോ അധപ്പതിക്കുന്ന നിലയാണുണ്ടായി. ഇതോടെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും നേർക്കുനേർ കൊമ്പുകോർത്തു. പിന്നിലിരിക്കുന്നവരാരും മോശക്കാരല്ലെന്നും താനും അങ്ങനെ തന്നെയെന്നും VD സതീശന്റെ മറുപടി. ഒരു പടി കൂടി കടന്ന എതിരാളികളെ ഇല്ലാതാക്കാൻ ഉത്തരവിട്ട പാർട്ടി സെക്രട്ടറിയാണ് പിണറായി എന്ന വിമർശനം. ഈ പ്രതിപക്ഷ നേതാവ് പിൻനിരയിലുള്ള ആളുകളെ പോലെ അധപ്പതിച്ചു എന്നുള്ളൊരു പ്രയോഗം നടത്തി. സാർ, പിൻനിരയിലുള്ള ആളുകൾ അങ്ങനെ അധപ്പതിച്ച ആളുകളൊന്നുമല്ല. ഞങ്ങള് വീട് തുളച്ചു വന്ന ആളുകളല്ല പിൻനിരയിലിരിക്കുന്നത്. പിൻനിരയിലിരിക്കുന്നവർ ജനങ്ങളുടെ അംഗീകാരം തേടി വന്നവർ തന്നെയാണ്. സാർ, എനിക്ക് അതേ നിലവാരം തന്നെയുള്ളൂ. എനിക്ക് കൂടുതൽ നിലവാരമൊന്നുമില്ല. ഗുണ്ടകൾ കഴിഞ്ഞാടാനുള്ള ലൈസൻസാണ് മുഖ്യമന്ത്രി നൽകിയതെന്ന് ആരോപിച്ച പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി. എന്നാൽ വിട്ടുകൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല. പ്രതിപക്ഷ ബഹളങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി. എതിരാളികളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയാണെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. അദ്ദേഹം പരാമർശിച്ചുകൊണ്ട് പറഞ്ഞത് അന്ന് രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ആഹ്വാനം കൊടുത്ത ആളാണ് ഞാൻ എന്നാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഈ നാട്ടിലെ എന്റെ അന്നത്തെ കക്ഷിയിൽപ്പെട്ട ഇന്നും ആ കക്ഷിയിൽപ്പെട്ട ആളുകൾക്ക് നേരെ വേട്ടയാടലുകളാണ് നടന്നത്. അതിനുവേണ്ടി ഗുണ്ടകളെ അഴിച്ചുവിട്ടു.
അന്നത്തെ പോലീസിനെ ഉപയോഗിച്ചു എല്ലാ തരത്തിലും ആക്രമിക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിയത്. പ്രതിപക്ഷം വിഷയത്തെ ലോക്സഭ വരെ എത്തിച്ചു. ലോക്സഭയിൽ വിഷയം ഉന്നയിച്ചത് ഹൈബി ഈഡൻ MP. SFI വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കുകയാണെന്നും വിദ്യാർത്ഥികളുടെ മൗലികാവകാശം പോലും നിഷേധിക്കുകയാണെന്നും കുറ്റപ്പെടുത്തൽ. ഭീകര സംഘടനകളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി SFIയെ നിരോധിക്കണമെന്ന് ഹൈബി ഈഡൻ. Sir, Students Federation of India in Kerala should be banned like a terrorist organization because the number of crimes committed every day by this particular organization is unimaginable, sir. KSUവിന്റെയും SFIയുടെയും പരാതികളിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വനിതാ നേതാവ് സഫ്നയെ ആക്രമിച്ചതിന് പ്രത്യേക കേസെടുത്തു. മറ്റു ക്യാമ്പസുകളിലെ വിഷയവും ചൂണ്ടിക്കാട്ടി വരും ദിവസങ്ങളിൽ പ്രതിപക്ഷം ഇത് സജീവ ചർച്ചയാക്കും. ഒരു കാര്യം ഉറപ്പ്, ക്യാമ്പസുകളിൽ കയ്യാങ്കളി രാഷ്ട്രീയം ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല. ക്യാമറാമാൻ സിറിലിനും രാഹുലിനുമൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് മാത്രമായിരുന്നില്ല അനുജ, അങ്ങ് ഇടുക്കിയിൽ കട്ടപ്പനയിൽ അവിടെ ഗവൺമെന്റ് കോളേജിൽ KSU പ്രവർത്തകരെ SFIക്കാർ മർദ്ദിച്ചു എന്നുള്ള പരാതി ഉയർന്നു. KSUവിന്റെ ചെയർമാൻ സ്ഥാനാർത്ഥി ബാസിൽ, കൗണ്ടിംഗ് ഏജന്റ് ഗായത്രി എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇരുവരും കട്ടപ്പനയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ ഇന്നലെയായിരുന്നു യൂണിയൻ തെരഞ്ഞെടുപ്പ്. കട്ടപ്പന ഗവൺമെന്റ് കോളേജിലെ 21 സീറ്റുകളിലേക്കായിരുന്നു മത്സരം. ഫലം വന്നപ്പോൾ 21 സീറ്റിലും SFI വിജയിച്ചു. ഇതോടെയായിരുന്നു അക്രമ സംഭവങ്ങളുടെ തുടക്കം. യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ KSU പ്രവർത്തകർക്ക് ഭീഷണി ഉണ്ടായിരുന്നുവെന്നാണ് KSU നേതാക്കൾ പറയുന്നത്. ഇന്നലെ വൈകിട്ട് 4:30-നാണ് വോട്ടെണ്ണൽ അവസാനിക്കുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ വെച്ച് KSUവിന്റെ പ്രവർത്തകരെ അധ്യാപകരും വിദ്യാർത്ഥികളും നോക്കി നിൽക്കെ മർദ്ദിച്ചു എന്നാണ് KSU നേതാക്കളുടെ പ്രധാന ആരോപണം. ഈ സംഭവമാണ് പിന്നീട് SFIയും KSUവും തമ്മിലുള്ള പരസ്യ പോരിലേക്ക് എത്തിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. കട്ടപ്പന ഗവൺമെന്റ് കോളേജിലെ KSU പ്രവർത്തകരായ ബാസിൽ, ഗായത്രി എന്നിവർക്കാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. ഇരുവരും കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അക്രമ രാഷ്ട്രീയത്തിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് KSU. അതേസമയം KSUവിന്റെ പ്രകോപനമാണ് സംഭവങ്ങളിലേക്ക് വഴിവെച്ചത് എന്നാണ് SFIയുടെ വാദം. യുക്രൈനിൽ റഷ്യൻ ആക്രമണം ശക്തമായി തുടരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ചെർണീവിൽ ഭക്ഷണത്തിനായി വരി നിൽക്കുന്നവർക്കെതിരെയുണ്ടായ ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരം കൂടി പുറത്തുവരുന്നു. ഖാർഗിവിൽ റഷ്യ നടത്തിയ ഷെല്ലാക്രമണത്തിൽ 2 പേർ മരിച്ചു. കീവിൽ പാർപ്പിട സമുച്ചയത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. അതേസമയം റഷ്യയ്ക്ക് മുന്നിൽ ഒരു നിമിഷം പോലും യുക്രൈൻ കീഴടങ്ങില്ലെന്ന് പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി പറഞ്ഞു. അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് സെലൻസ്കി നിലപാട് വ്യക്തമാക്കിയത്. വീഡിയോ കോൾ വഴി അഭിസംബോധനയ്ക്കെത്തിയ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ എഴുന്നേറ്റ് നിന്നാണ് അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങൾ വരവേറ്റത്. അമേരിക്കൻ ജനത യുക്രൈൻ ഇതുവരെ ചെയ്ത സഹായങ്ങൾക്കെല്ലാം നന്ദിയുണ്ട്. എന്നാൽ ഞങ്ങൾക്കിനിയും അമേരിക്കയുടെ സഹായം വേണം. മുഴുവൻ അമേരിക്കൻ കമ്പനികളും റഷ്യ വിടണം. റഷ്യയിലെ മുഴുവൻ രാഷ്ട്രീയക്കാർക്കെതിരെയും വിലക്കേർപ്പെടുത്തണം. സമ്പത്തിനേക്കാൾ സമാധാനത്തിനാണ് പ്രാധാന്യം, വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. Russia has attacked not just us, not just our land, not just our cities. It went on a brutal offensive against our values, basic human values. It threw tanks and planes against our freedom, against our right to live freely in our own country, choosing our own
future. അതേസമയം അധിനിവേശത്തിന്റെ 21ാം ദിനവും യുക്രൈനുമേൽ റഷ്യ ആക്രമണം ശക്തമാക്കി. ചെർണിവിൽ ഭക്ഷണത്തിനായി വരുന്നവർക്കെതിരെ റഷ്യ നടത്തിയ ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടതായി അമേരിക്കൻ എംബസി അറിയിച്ചു. തലസ്ഥാന നഗരമായ കീവിൽ വൻ സ്ഫോടനങ്ങളുണ്ടായി. ഒഡേസ, നിപ്രോ, ലീവ് എന്നീ നഗരങ്ങളിലും റഷ്യ വ്യോമാക്രമണം നടത്തി. തെക്കൻ നഗരമായ മരിയുപോളിൽ കിഴക്ക് നിന്നും തെക്ക് നിന്നും ആക്രമണം ശക്തമാക്കി. ഇവിടെ ഒരാശുപത്രിയിൽ 400ഓളം രോഗികളെയും ഡോക്ടർമാരെയും റഷ്യൻ സൈന്യം ബന്ദികളാക്കിയിരിക്കുകയാണെന്ന് പ്രാദേശിക ഭരണകൂടം അറിയിച്ചു. ബർഡിയാൻസ്, മെലിറ്റോപോൾ എന്നിവിടങ്ങളിലും ആക്രമണം രൂക്ഷമാണ്. ഖേഴ്സൺ വിമാനത്താവളത്തിൽ നിരവധി റഷ്യൻ ഹെലികോപ്റ്ററുകൾ യുക്രൈൻ സൈന്യം നശിപ്പിച്ചു. ഇതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ അമേരിക്കൻ ബഹിരാകാശ സാങ്കേതികവിദ്യാ കമ്പനിയായ പ്ലാനറ്റ് ലാബ്സ് പുറത്തുവിട്ടു. ആക്രമണത്തിൽ റഷ്യയുടെ 180 മോട്ടോറൈസ്ഡ് റൈഫിൾ ഡിവിഷന്റെ കമാൻഡർ മേജർ ജനറൽ ഒലെഗ് മിത്തിയേവിൻ കൊല്ലപ്പെട്ടതായും യുക്രൈൻ അവകാശപ്പെട്ടു. അതേസമയം സമാധാന ചർച്ചകളിൽ ഇപ്പോൾ റഷ്യ കൂടുതൽ യാഥാർത്ഥ്യബോധത്തോടെ പെരുമാറുന്നുണ്ടെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അറിയിച്ചു. യുക്രൈനുമായുള്ള ഒത്തുതീർപ്പ് ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും നേരത്തെ പ്രതികരിച്ചിരുന്നു. പ്രതിസന്ധി ചർച്ച ചെയ്യാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ യൂറോപ്പ് സന്ദർശിക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. യുക്രൈന് 6000 കോടി രൂപയുടെ പുതിയ ധനസഹായം പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിക്കുമെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. റഷ്യക്കെതിരെ യുദ്ധക്കുറ്റം ആരോപിച്ച് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ യുക്രൈൻ നൽകിയ പരാതിയിൽ ഇന്ന് വിധിയുണ്ടാകും. ഇന്റർനാഷണൽ ഡെസ്ക് 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ് ആണ് തത്സമയ വിവരങ്ങളുമായി വാർത്താമഴയിൽ ചേരുന്നത്. PP ജെയിംസ്, സ്വാഗതം വാർത്താമഴയിലേക്ക്. ഗുഡ് ഈവനിംഗ് അനുജ. ഗുഡ് ഈവനിംഗ് ഉന്മേഷ്. ഗുഡ് ഈവനിംഗ്. ഇന്നിപ്പോൾ വ്ളാദിമിർ സെലൻസ്കി US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യുന്നു. കൂടാതെ റഷ്യൻ പ്രസിഡന്റിന്റെ ഒരു വീഡിയോ സന്ദേശം കൂടി പുറത്തു വരുന്നുണ്ട്. അതിൽ പടിഞ്ഞാറൻ രാജ്യങ്ങൾ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. റഷ്യ ഇല്ലാതാക്കാനുള്ള നീക്കം നടത്തുന്നു എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ ഉപരോധം മുഴുവൻ തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. എന്താണ് റഷ്യൻ പ്രസിഡന്റിന്റെ നിലപാട്? അനുജ, റഷ്യൻ പ്രസിഡന്റ് ഈ യുദ്ധം ആരംഭിച്ച ശേഷം വളരെ ശക്തമായിട്ട് രംഗത്ത് വരുന്നതാണ് കാണുന്നത്. ഇന്ന് പ്രത്യേകിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങൾ, യൂറോപ്പും അമേരിക്കയും റഷ്യയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്നും അതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാവുമെന്നും ഉപരോധങ്ങൾക്കൊന്നും ഞങ്ങൾ കീഴടങ്ങില്ലെന്നുള്ള രീതിയിലാണ് പുടിൻ സംസാരിച്ചിട്ടുള്ളത്. എന്തായാലും പുടിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നാട്ടിൽ തന്നെ പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർ പോലും ടെലിവിഷൻ ചാനലുകളിൽ വന്ന് യുദ്ധത്തിനെതിരെ പ്രതികരിക്കുന്ന അവസ്ഥ വന്നത് അദ്ദേഹത്തിന് വലിയൊരു നാണക്കേട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് റഷ്യ സ്വന്തം നിലയിൽ പാശ്ചാത്യ നാടുകളെ ചെറുക്കുകയാണ്, അവിടുത്തെ ജനങ്ങൾ തനിക്കൊപ്പം നിൽക്കണമെന്ന ഒരു സന്ദേശം കൂടിയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ഉക്രൈനിൽ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ നടക്കുകയാണ്. ഒരുപക്ഷെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂവിൽ നിന്നിരുന്ന ചെർണീവിലെ 10 പേർ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വളരെ സങ്കടകരമായിട്ട് മാറുന്നൊരു വാർത്തയാണ്. മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. കീവിൽ, കാർക്കീവിൽ, ഒഡേസയിൽ ഇങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട 10 നഗരങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ റഷ്യയുടെ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആ 10 നഗരങ്ങൾ കീഴടക്കി ആധിപത്യം ഉറപ്പിക്കാനാണ് റഷ്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും വികാര നിർഭരമായ പ്രസംഗം ഉക്രൈനിയന്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അമേരിക്കൻ കോൺഗ്രസിനോട് നടത്തിയത്. ഒരുപക്ഷെ നേരത്തേക്കുള്ള യുദ്ധങ്ങളിലൊന്നും ഒരിക്കലും ഒരു രാജ്യത്തിന്റെ തലവൻ ലോക ജനതയെ അല്ലെങ്കിൽ ആ രാജ്യങ്ങളുടെ പാർലമെന്റിനെയൊക്കെ അഭിസംബോധന ചെയ്ത് ഉണ്ടാവാറില്ല. ഇപ്പൊ പുതിയ ടെക്നോളജിക്കൽ ഇതില് സ്യൂമിലും അതുപോലെ തന്നെ വെർച്വൽ കോൺഫറൻസിങ്ങിലൂടെയും ജനങ്ങളോട് സംസാരിക്കാൻ കഴിയുന്ന പുതിയ സാങ്കേതിക വിദ്യയിൽ അത് മാക്സിമം ഉപയോഗിക്കുകയാണ് സെലൻസ്കി. അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ കൃത്യമായി അമേരിക്കയുടെ ഹൃദയത്തെ തൊട്ടാണ് സംസാരിച്ചത്. പേൾ ഹാർബറിൽ 1941 ആക്രമണം ഉണ്ടായി, നിങ്ങൾ വേദനിച്ചില്ലേ? സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്ററിൽ ആക്രമണം ഉണ്ടായി. ഒപ്പം തന്നെ റഷ്മോറിലെ നാഷണൽ മെമ്മോറിയൽ മരിച്ചു കിടക്കുന്നവരുടെ മുഖങ്ങൾ, യുദ്ധം നയിച്ച പ്രസിഡന്റുമാരുടെ മുഖങ്ങൾ, ഇതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ വികാരത്തെ ഉണർത്തിയാണ്. നിങ്ങളവിടെ ഉറങ്ങുമ്പോൾ ഞങ്ങളിവിടെ ബോംബുകളേറ്റ് മരിക്കുകയാണ്, ഞങ്ങൾ പോരാടുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്, ഞങ്ങൾക്ക് വേണ്ടത്ര സഹായം വേണം, പ്രത്യേകിച്ച് നിങ്ങൾ യുദ്ധവിമാനങ്ങൾ തരണം, വ്യോമ നിരോധന മേഖലയായി പ്രഖ്യാപിക്കണം, നിരന്തരമായി സെലൻസ്കി ആവശ്യപ്പെടുന്നതാണ്. അദ്ദേഹം സംസാരിച്ചത് ഉക്രൈനിലാണെങ്കിലും പിന്നീട് ലാസ്റ്റ് നിമിഷത്തിൽ ഇവിടെ 3 ആഴ്ചയായിട്ട് നടക്കുന്ന അതിക്രമങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ പ്രസന്റേഷൻ അദ്ദേഹം US കോൺഗ്രസ് അംഗങ്ങളെ കാണിച്ചിരുന്നു. തുടക്കത്തിൽ എത്ര മനോഹരമായിരുന്നു ഉക്രൈൻ, ഇപ്പോൾ എന്താണ് എന്ന അവസ്ഥയാണ് കാണിച്ചത്. അതിലൂടെ അമേരിക്കൻ ജനങ്ങളിലേക്കും ഇന്നലെ കാനഡയിലെ പാർലമെന്റിൽ സംസാരിച്ചപ്പോഴും ഇതേ വികാരം തന്നെയാണ് അദ്ദേഹം ഉണർത്തിയത്. ജോ ബൈഡനോട് വ്യക്തിപരമായിട്ട് പറഞ്ഞു, അങ്ങ് ലോകത്തിന്റെ നേതാവായി മാറണം. ലോകത്തിന്റെ നേതാവെന്ന് പറഞ്ഞ്
സമാധാനത്തിന്റെ നേതാവ് എന്നാണ് അർത്ഥം. ആ തരത്തിലേക്ക് ഈ ജോ ബൈഡൻ മാറണമെന്ന് അദ്ദേഹത്തോട് നേരിട്ട് അഭ്യർത്ഥിക്കുകയും കനേഡിയൻ പാർലമെന്റിനെ ഇന്നലെ അഭിസംബോധന ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ജസ്റ്റിൻ ട്രൂഡോ, നിങ്ങൾ ചെറുപ്പമാണ്, നിങ്ങൾക്ക് കുട്ടികളുണ്ട്, ഞങ്ങളുടെ കുട്ടികൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ കുട്ടികളെ രക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെയൊക്കെ ജീവിതം നിരർത്ഥകമാണ്, അർത്ഥമില്ലാത്തതാണ് എന്ന് വരെ വളരെ വികാര നിർഭരമായ ഭാഷയിലാണ്. ഒരുപക്ഷെ ഒരു നടനും കൂടി അദ്ദേഹത്തിന് വലിയ രീതിയിൽ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ആശയവിനിമയം നടത്താൻ കഴിയുന്നു. ഉന്മേഷ്. ശരി, പി ജെയിംസ് 24 എഡിറ്റർ ഇൻചാർജാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഒരു ഭാഗത്ത് യുദ്ധം നടക്കുന്നു, മറുഭാഗത്ത് സമാധാന ചർച്ചകളും നടക്കുന്നുണ്ട്, പ്രതീക്ഷകളുണ്ട് എന്ന് റഷ്യയടക്കം പറയുകയും ചെയ്യുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അടുത്ത വാർത്തയിലേക്ക് വാർത്താമഴ പോകുന്നു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം സ്ഥാനാർത്ഥിയാകും. യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകാനുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് CPIM സംസ്ഥാന കമ്മിറ്റി അംഗമായ എ റഹീമിന് നറുക്കുവീണത്. എം ലിജുവും സതീശൻ പാച്ചേരിയുമാണ് കോൺഗ്രസിന്റെ സാധ്യതാ പട്ടികയിൽ ഉള്ളത്. എറണാകുളത്ത് സമാപിച്ച സംസ്ഥാന സമ്മേളനത്തിലാണ് എ റഹീം CPIMന്റെ സംസ്ഥാന സമിതി അംഗമാകുന്നത്. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന നിലയിൽ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റഹീമിന് രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം നൽകാൻ CPIMന് അധികം ആലോചിക്കേണ്ടി വന്നില്ല. സ്ഥാനലബ്ധിയിലുള്ള ആഹ്ലാദം എ റഹീം മറച്ചുവെക്കുന്നില്ല. പാർട്ടി ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്വത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കി പ്രവർത്തിക്കുമെന്ന പ്രതികരണം. വളരെ സന്തോഷമുണ്ട്. പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വലിയൊരു ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദമായി മാറാൻ സാധിക്കുന്നുണ്ട്. അവർക്കൊപ്പം ചേർന്ന് കൂടുതൽ ശക്തമായി അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഈ അവസരത്തെ പൂർണ്ണമായി വിനിയോഗിക്കും. ഭരണഘടനയെ സംരക്ഷിക്കുവാൻ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളുടെ ഭാഗമായി പാർലമെന്റിൽ മാറാൻ വേണ്ടി ശ്രമിക്കും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ 2 ദിവസത്തിനകം തീരുമാനിക്കുമെന്നാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ പറയുന്നത്. എം ലിജു പരിഗണനാ പട്ടികയിലുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. യുവാക്കളെ പരിഗണിക്കണമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ലിജു പരിഗണിക്കപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ആവശ്യം. അതിപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പാനലൊക്കെ വരുമ്പോൾ എങ്ങനെയാണെന്ന് വരിക, അതിന്റെ മാനദണ്ഡം എന്താണെന്നുള്ളത് മേലിൽ നിന്ന് കിട്ടണമല്ലോ. ആ മാനദണ്ഡം അനുസരിച്ചായിരിക്കും നമ്മളെ പാനലുണ്ടാവുക. ഞങ്ങൾ പാനൽ തയ്യാറാക്കിയിട്ടില്ല. ഞങ്ങൾക്ക് കുറേ ആളുകളുടെ അപേക്ഷ കിട്ടിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി P സന്തോഷ് കുമാറിനെ CPI ഇന്നലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ രാജ്യസഭയിൽ 2 യുവമുഖങ്ങൾ ഇടതുനിരയിൽ ഉറപ്പായി. കോൺഗ്രസും യുവരക്തത്തെ പരിഗണിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. വഖഫ് ബോർഡ് നിയമനം വീണ്ടും വിവാദമായി മാറുമ്പോൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചിരിക്കുന്നു. ഏപ്രിൽ 20 തിരുവനന്തപുരത്താണ് യോഗം. റിപ്പോർട്ടിലേക്ക്. വഖഫ് ബോർഡ് നിയമനങ്ങൾ PSCക്ക് വിട്ടതിലാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുള്ളത്. അടുത്ത മാസം 20 തിരുവനന്തപുരത്താണ് യോഗം. മുസ്ലിം സംഘടനകൾക്ക് ഈ വിഷയത്തിലുള്ള ആശങ്ക പരിഹരിക്കുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം. മുസ്ലിം ലീഗ് മറ്റ് മുസ്ലിം സംഘടനകളുമായി ചേർന്ന് സമരം ആസൂത്രണം ചെയ്യുന്നതിനിടെയാണ് മുഖ്യമന്ത്രി ഈ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. നിയമസഭയിൽ ഇന്നലെ മന്ത്രി V അബ്ദുറഹ്മാൻ വഖഫ് നിയമനവുമായി ബന്ധപ്പെട്ട് നൽകിയ മറുപടിയോടെയാണ് വീണ്ടും വഖഫ് നിയമനം വിവാദമായത്. വഖഫ് ബോർഡിലെ നിയമനങ്ങൾ PSCക്ക് വിട്ട നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്നാണ് മന്ത്രി V അബ്ദുറഹ്മാൻ ഇന്നലെ പറഞ്ഞത്. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ സമരം തുടങ്ങുമെന്ന് മുസ്ലിം ലീഗും പ്രഖ്യാപിച്ചു. ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള സുതാര്യമായിട്ടുള്ള നിലപാട് തന്നെയാണ്. അത് ബന്ധപ്പെട്ട സംഘടനകളുമായി ചർച്ച ചെയ്യും. ഇതിനൊരു രാഷ്ട്രീയ മുതലെപ്പിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം ഇതിന് മന്ത്രി എന്ന രീതിയിൽ എനിക്ക്. വഖഫ് വിഷയത്തിൽ മുസ്ലിം ലീഗ് മുമ്പും സമരം സംഘടിപ്പിച്ചിരുന്നു. മുസ്ലിം സംഘടനകളുടെ ഏകോപന സമിതി ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു ലീഗിന്റെ സമരം. എന്നാൽ വഖഫ് നിയമനങ്ങൾ PSCക്ക് വിട്ട നടപടി മരവിപ്പിച്ചെന്നും തുടർ നടപടി ചർച്ചകൾക്ക് ശേഷമെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ ഉറപ്പിന്മേൽ സമസ്ത ഇതിൽ നിന്നും പിന്മാറി. കോഴിക്കോട് ബീച്ചിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു ലീഗ് ഇതിനോട് പ്രതികരിച്ചത്. വഖഫ് നിയമന വിഷയത്തിൽ പ്രത്യക്ഷ സമരപരിപാടിയാണ് ലീഗ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നാളെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിനു മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. സമസ്ത ഉൾപ്പെടെയുള്ള മറ്റ് മുസ്ലിം സംഘടനകളുമായി സമരം ശക്തിപ്പെടുത്താനാണ് ലീഗിന്റെ നീക്കം. ഇത് തിരിച്ചറിഞ്ഞാണ് മുഖ്യമന്ത്രി മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചിട്ടുള്ളത്.
അനുജയ്, സിൽവർ ലൈനെതിരായ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് ഇപ്പോഴും ശക്തമായി തുടരുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ഇതിന്റെ വാർത്തകൾ കൊടുക്കുന്നുണ്ട്. ഇന്ന് പ്രധാനമായും അത് കണ്ടത് മലപ്പുറം തിരൂരിലാണ്. വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായത്. തിരൂർ ഫയർ സ്റ്റേഷൻ സമീപം സർവേ കല്ലുകൾ സ്ഥാപിക്കുന്നത് നാട്ടുകാർ തടയുകയായിരുന്നു. നാട്ടുകാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസ് ബലപ്രയോഗത്തിനിടെ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർക്ക് അവിടെ പരുക്കേറ്റു. മലപ്പുറം ജില്ലയിൽ സിൽവർ ലൈൻ കല്ലുകൾ സ്ഥാപിക്കുന്ന നടപടികൾ തുടരുകയാണ്. ഇന്ന് രാവിലെ തിരൂർ ഫയർ സ്റ്റേഷന് സമീപം എൻ്റെ പുറകിൽ കാണുന്ന ഇടത്താണ് ആദ്യമായി കല്ല് സ്ഥാപിച്ചത്. ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയപ്പോഴേക്കും നാട്ടുകാരും ജനപ്രതിനിധികളും സംഘടിച്ചു. പിന്നീട് പോലീസും നാട്ടുകാരും ജനപ്രതിനിധികളും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മുന്നറിയിപ്പ് നൽകാനോ നോട്ടീസ് നൽകാനോ ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആരോപണം. വൻ പോലീസ് സന്നാഹത്തിലായിരുന്നു കല്ലുകൾ സ്ഥാപിച്ചിരുന്നത്. എന്നാൽ സ്ഥാപിച്ച കല്ലുകൾ അത്രയും സ്ത്രീകളുടെ നേതൃത്വത്തിൽ പിഴുതെറിഞ്ഞു. തിരൂർ ഫയർ സ്റ്റേഷൻ റോഡ്, തൃക്കണ്ടിയൂർ റോഡ്, വിഷുപ്പാടം തുടങ്ങിയ ഇടങ്ങളിലാണ് ഇന്ന് സർവേ കല്ലുകൾ സ്ഥാപിച്ചത്. പോലീസുമായുള്ള ഫലപ്രയോഗത്തിൽ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇനിയുള്ള ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാകും. സംസ്ഥാനത്ത് തന്നെ ആദ്യമായി സിൽവർ ലൈനെതിരെ സമരം നടത്തിയ തിരുനാവാഴയിലാണ് നാളെ കല്ലുകൾ സ്ഥാപിക്കുന്നത്. വൻ പോലീസ് സന്നാഹത്തോടെയായിരിക്കും ഇവിടെ സിൽവർ ലൈൻ കല്ലുകൾ സ്ഥാപിക്കുക. ഷാദ് റഹ്മാൻ, 24 തിരൂർ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇത്തരത്തിലേക്ക് സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ പ്രതിഷേധം നടക്കുമ്പോൾ ഇന്ന് ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ടു. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇതിന് മറുപടി പറഞ്ഞത് സിൽവർ ലൈന് വേണ്ടി കേരളത്തിന് ഭൂമി ഏറ്റെടുക്കാൻ കഴിയില്ല എന്നാണ്. ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് വിശദമായ DPR തയ്യാറാക്കാനാണ്. അത് പദ്ധതിക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാനുള്ള അനുമതിയായി കാണരുത് എന്നാണ് മന്ത്രി പറഞ്ഞത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ കോൺഗ്രസ് MPമാരായ ബെന്നി ബെഹനാന്റെയും ഹൈബി ഈഡന്റെയും ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. The concerns about environmental issues are real concerns. They are genuine concerns. If the way the project is currently designed, if it is implemented in that way, we don't really understand what will be the impact of environmental situation on that in that state. That is the reality. കണ്ണൂരിൽ നിന്ന് നേരത്തെ വന്ന ഒരു വാർത്തയാണ് അനുജ. അതിന്റെ ഒരു ബാക്കി എന്നുള്ള നിലയ്ക്ക് വായിച്ചെടുക്കേണ്ട വാർത്തയാണ്. ഇതിനു മുൻപ് മാതാമംഗലത്ത് ഇതുപോലെ തന്നെ ഒരു വിഷയം വരികയും പിന്നീട് അത് ചർച്ചയിലേക്ക് പോവുകയും അത് ഏറെക്കുറെ പരിഹരിക്കപ്പെടുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. തീർച്ചയായും. CITU സമരത്തെ തുടർന്ന് കണ്ണൂരിൽ വ്യാപാര സ്ഥാപനം അടച്ചുപൂട്ടിയിരിക്കുന്നു. മാടായി തെരുവിലെ ശ്രീ പോർക്കലി സ്റ്റീൽസ് എന്ന ഹാർഡ്വെയർ സ്ഥാപനമാണ് തൊഴിൽ സമരത്തെ തുടർന്ന് അടച്ചുപൂട്ടിയത്. CITU നേതാക്കളുടെ ഭീഷണി മൂലമാണ് സ്ഥാപനം അടച്ചുപൂട്ടുന്നത് എന്നാണ് കടയുടമ പറയുന്നത്. എന്നാൽ തൊഴിൽ നിഷേധത്തിന് എതിരായ അവകാശ സമരമാണ് നടത്തുന്നത് എന്നാണ് CITUവിന്റെ വിശദീകരണം. കണ്ണൂർ മാടായിൽ CITUവിന്റെ മാതമംഗലം മോഡൽ സമരത്തിനൊടുവിൽ വ്യാപാര സ്ഥാപനത്തിന് പൂട്ട്. ശ്രീ പോർക്കലി സ്റ്റീൽസ് എന്ന ബിൽഡിംഗ് മെറ്റീരിയൽ സ്ഥാപനമാണ് CITU ചുമട്ടുതൊഴിലാളി യൂണിയന്റെ സമരത്തെ തുടർന്ന് അടച്ചുപൂട്ടിയത്. കഴിഞ്ഞ മാസം 23-നാണ് വ്യാപാര സ്ഥാപനത്തിനു മുൻപിൽ തൊഴിൽ നിഷേധം ആരോപിച്ച് CITU ചുമട്ടുതൊഴിലാളി യൂണിയൻ സമരം തുടങ്ങിയത്. പുതുതായി തുടങ്ങിയ വ്യാപാര സ്ഥാപനത്തിൽ യൂണിയൻ അംഗങ്ങളായ തൊഴിലാളികളെ കയറ്റിറക്കിന് നിയോഗിക്കണമെന്നാണ് CITU ആവശ്യം. എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ കടയുടമ തയ്യാറായില്ല. ചർച്ചയിലൂടെ പ്രശ്നപരിഹാരത്തിന് ശ്രമമുണ്ടായെങ്കിലും ഫലം കണ്ടതുമില്ല.
ആ ഭീഷണി കൊണ്ട് കുറച്ച് നമുക്ക് ഭയമുണ്ടല്ലോ, നമ്മുടെ ജീവനെ നമുക്ക് പേടിയുണ്ടല്ലോ. അതായത് അവർ തെരുവിൽ നേരിടുന്ന പറഞ്ഞത്. അതുകൊണ്ട് കട പൂട്ടാൻ തീരുമാനിച്ചു. കട പൂട്ടിയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. മാടായിലേത് തൊഴിലവകാശ സമരമെന്നാണ് CITU നിലപാട്. രജിസ്ട്രേഡ് തൊഴിലാളികൾക്ക് തൊഴിൽ നൽകില്ലെന്ന ഏകപക്ഷീയ നിലപാടാണ് കടയുടമ സ്വീകരിച്ചത്. വ്യാപാരിക്ക് ദുഷ്ടലാക്കാണ്. നീതി ഉറപ്പാക്കും വരെ സമരം തുടരുമെന്നും CITU വ്യക്തമാക്കുന്നു. ഇവിടെ അർഹതപ്പെട്ട ജോലി തട്ടിപ്പറിക്കാൻ ഞങ്ങൾ ആരെയും നിൽക്കില്ല. ഇത് മാത്രമേ ഞങ്ങൾക്ക് ഡിമാൻഡുള്ളൂ. ഇയാൾ 7 സ്ഥാപനങ്ങൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളായി നടത്തുന്നുണ്ടെന്ന് അയാൾ പറയുന്നത്. ഈ 7 സ്ഥാപനങ്ങളിൽ 6 സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നത് CITU തൊഴിലാളികളാണ്, ചീമേനി ഒഴികെ. ആ ചീമേനിയിലുള്ള സ്ഥാപനത്തിലെ 7 ആളുകളെ ഉപയോഗിച്ച് 3 ആളുകളെ ഇവിടത്തേക്ക് ഡിപ്യൂട്ട് ചെയ്യാൻ അയാൾ ശ്രമിക്കുന്നത്. വ്യാപാര സ്ഥാപനം നടത്താൻ സംരക്ഷണം ആവശ്യപ്പെട്ട് കടയുടമ മോഹൻലാൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. CITU സമ്മർദ്ദത്തിന് വഴങ്ങില്ല. നിയമ നടപടി തുടരുമെന്നും കടയുടമ പറയുന്നു. അതേസമയം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നാണ് CITU നിലപാട്. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും വാർത്താമഴയിലേക്ക് സ്വാഗതം. വാർത്താമഴ ഇനി പോകുന്നത് പ്രധാന വാർത്തകളിലേക്കാണ്. നോക്കാം തലക്കെട്ടുകൾ മിന്നലായി. സിൽവർ ലൈൻ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാർ. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഗൗരവതരമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി. If the way the project is currently designed, if it is implemented in that way, we don't really understand what will be the impact of environmental situation on that in that state. അന്തിമാനുമതി വിശദ പരിശോധനയ്ക്ക് ശേഷം മാത്രമെന്നും അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ. സിൽവർ ലൈൻ സർവേക്കെതിരെ മലപ്പുറം തിരൂരിൽ വൻ പ്രതിഷേധം. സ്ത്രീകളുടെ നേതൃത്വത്തിൽ സർവേ കല്ലുകൾ പിഴുതെറിഞ്ഞു. നടൻ ദിലീപ് ഉൾപ്പെട്ട വധഗൂഢാലോചന കേസിൽ DIG സഞ്ജയ് കുമാർ ഗുരുതിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം. ദിലീപ് ഫോൺ മാറ്റിയത് DIG വിളിച്ച ശേഷമെന്ന് തെളിയിക്കുന്ന രേഖകൾ 24-ന്. തെളിവ് നശിപ്പിച്ച ദിലീപിന്റെ അഭിഭാഷകർക്കെതിരെ നടപടി വേണമെന്ന് അതിജീവിത ബാർ കൌൺസിലിന് പരാതി നൽകി. പിഴവുകളുണ്ടെന്നും തിരുത്തി നൽകണമെന്നും ബാർ കൌൺസിൽ. വധഗൂഢാലോചന കേസിൽ ഫോണിലെ തെളിവുകൾ നശിപ്പിച്ചിട്ടില്ലെന്ന് ദിലീപ്, നീക്കം ചെയ്തത് സ്വകാര്യ സംഭാഷണം മാത്രമെന്നും കോടതിയിൽ. വഖഫ് ബോർഡ് നിയമന വിഷയം ചർച്ച ചെയ്യാൻ യോഗം വിളിച്ച് മുഖ്യമന്ത്രി. മുസ്ലിം സംഘടനകളുടെ യോഗം അടുത്ത മാസം 20-ന് തിരുവനന്തപുരത്ത്. മുഖ്യമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ, സമസ്തയുടെ വിമർശനം ഉയർന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി നയം വ്യക്തമാക്കണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്ന സമീപനം അവസാനിപ്പിക്കണമെന്നും ആവശ്യം. A. റഹീം CPIM-ന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി. പാർലമെന്റിൽ യുവത്വത്തിന്റെ ശബ്ദമാകുമെന്ന് A. റഹീം. കോൺഗ്രസ് പരിഗണനാ പട്ടികയിൽ M. ലിജുവിന്റെ പേരുണ്ടെന്ന് K. സുധാകരൻ. കോൺഗ്രസ് പുനഃസംഘടന നിർത്തിവെച്ചിട്ടില്ലെന്ന് KPCC അധ്യക്ഷൻ. കോൺഗ്രസിലെ തിരുത്തൽവാദികളുടെ യോഗം ഡൽഹിയിൽ. നവജോത് സിംഗ് സിദ്ധു പഞ്ചാബ് PCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. കേരള സർവകലാശാല ലെക്സിക്കൻ മേധാവി ഡോക്ടർ പൂർണിമ മോഹൻ രാജിവെച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി R. മോഹന്റെ ഭാര്യയുടെ രാജി ഗവർണർ വിശദീകരണം തേടിയതിന് പിന്നാലെ. ലൈംഗിക പീഡന പരാതിയിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ നടപടി. ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ K. ഹാരിസിനെ പുറത്താക്കി. നടപടി കാലിക്കറ്റ് സർവകലാശാല ചരിത്രത്തിൽ ആദ്യം. നമ്പർ 18 ഹോട്ടൽ പോക്സോ കേസിലെ 3-ാം പ്രതി അഞ്ജലി റിമാദേവിനെ ചോദ്യം ചെയ്ത അന്വേഷണ സംഘം. മറ്റന്നാൾ വീണ്ടും ഹാജരാകാൻ നിർദ്ദേശം. ഫോണുകൾ ഹാജരാക്കണം. സത്യം എന്നായാലും തെളിയുമെന്ന് അഞ്ജലി. കൊച്ചിയിലെ ടാറ്റു സ്റ്റുഡിയോകളിൽ എക്സൈസ് പരിശോധന. ടാറ്റു സ്റ്റുഡിയോ പീഡനക്കേസിൽ കുറ്റം സമ്മതിക്കാതെ പ്രതി PS സുജീഷ്. मैं भगवंत मान ईश्वर दी सौं चुकदा हां कि मैं कानून द्वारा स्थापित भारत दे संविधान दे प्रति सच्ची श्रद्धा ते निष्ठा रखांगा. പഞ്ചാബിന്റെ 17ാമത് മുഖ്യമന്ത്രിയായി ആം ആദ്മി നേതാവ് ഭഗവന്ത് മാൻ സത്യപ്രതിജ്ഞ ചെയ്തു. പഞ്ചാബിൽ പുതുയുഗ പിറവിയെന്ന് ഭഗവന്ത് മാൻ. പ്രമോദ് സാവന്ത് വീണ്ടും ഗോവ മുഖ്യമന്ത്രിയായേക്കും. രാജ്യത്ത് 12 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളുടെ കോവിഡ് വാക്സിനേഷന് തുടക്കം. സംസ്ഥാനത്ത് ഓരോ ജില്ലകളിലും തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ വാക്സിനേഷൻ ക്യാമ്പുകൾ. കുട്ടികൾക്ക് നൽകുന്നത് കോർബേവാക്സ്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള കരുതൽ ഡോസ് വിതരണവും തുടങ്ങി. യുക്രൈനുമായി നടക്കുന്ന ചർച്ചയിൽ പുരോഗതിയുണ്ടെന്ന് റഷ്യ. ഒത്തുതീർപ്പ് പ്രതീക്ഷിക്കുന്നതായി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്.
റഷ്യൻ അധിനിവേശത്തിന്റെ 20ാം ദിനവും ശക്തമായ ആക്രമണം. മാരിയുപോളിലെ ആശുപത്രിയിൽ 400-ലേറെ രോഗികളെയും ഡോക്ടേഴ്സിനെയും റഷ്യൻ സൈന്യം ബന്ദികളാക്കിയെന്ന് പ്രാദേശിക ഭരണകൂടം. ലൈഫ് മിഷൻ ഭവന പദ്ധതിയിലെ തുക വിതരണത്തിൽ വൻ ക്രമക്കേട്. കോട്ടയം മൂന്നിലവ് പഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഗുണഭോക്താക്കളെ വെട്ടിച്ചെടുത്തത് 67 ലക്ഷം രൂപ. വിഇഒ ജോൺസൺ ജോർജിനെതിരായ ഓഡിറ്റ് വകുപ്പ് റിപ്പോർട്ട് 24-ന്. തദ്ദേശ സ്ഥാപനങ്ങളിലെ ക്രമക്കേടുകൾ പുറത്തെത്തിക്കാൻ 24 വാർത്താ പരമ്പര തദ്ദേശ കൊള്ള. ആലപ്പുഴ കൊലപാതകങ്ങളിൽ കുറ്റപത്രം സമർപ്പിച്ച അന്വേഷണ സംഘം. ബിജെപി നേതാവ് രൺജീത് വധക്കേസിൽ 15 പ്രതികൾ. ആദ്യഘട്ട കുറ്റപത്രത്തിൽ 200 സാക്ഷികൾ. SDPI നേതാവ് ഷാൻ വധക്കേസിൽ 11 പ്രതികൾ. 483 പേജുള്ള കുറ്റപത്രത്തിൽ 143 സാക്ഷികൾ. 2020 പ്രവർത്തകൻ ദീപുവിന്റെ കൊലപാതക കേസിൽ കോടതി മാറാൻ ഹൈക്കോടതി അനുമതി. പ്രതികളുടെ ജാമ്യഹർജി മറ്റൊരു കോടതി പരിഗണിക്കും. നടപടി കേസ് പരിഗണിക്കുന്ന സെഷൻസ് ജഡ്ജിക്ക് CPIM ബന്ധമുണ്ടെന്ന ദീപുവിന്റെ അച്ഛന്റെ ഹർജി. ഇരിങ്ങാലക്കുടയിൽ കോളേജ് വിദ്യാർത്ഥിനിയെ ശല്യം ചെയ്യുന്നത് ചോദ്യം ചെയ്ത സഹപാഠിക്ക് കുത്തേറ്റു. പട്ടാപ്പകൽ നടുറോഡിൽ വിദ്യാർത്ഥിയെ കുത്തിവീഴ്ത്തിയത് ബൈക്കിലെത്തിയ 2 അംഗ സംഘം. രക്ഷപ്പെടുത്താൻ ശ്രമിച്ച പ്രതികളെ നാട്ടുകാർ പിടികൂടി. കുത്തേറ്റ വിദ്യാർത്ഥി തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. സംസ്ഥാനത്ത് വിലക്കയറ്റമുണ്ടെന്ന് സമ്മതിച്ച് ഭക്ഷ്യമന്ത്രി GR അനിൽ. വിലവർദ്ധനവ് തടയാൻ വേണ്ടി മാർക്കറ്റിൽ ഇടപെടാൻ ഗവൺമെന്റ് നന്നായി ശ്രമിച്ചിട്ടുണ്ട്. വിപണിയിലെ സർക്കാർ ഇടപെടൽ ഫലപ്രദമെന്ന് മന്ത്രി. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല. ഹരിത നികുതിയിൽ നിന്ന് ഓട്ടോറിക്ഷയെ പൂർണ്ണമായി ഒഴിവാക്കി. വ്യാപാരികൾക്ക് 3% വരെ പലിശ കുറച്ച് നൽകുന്ന പദ്ധതി നടപ്പാക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. തിരുവനന്തപുരത്ത് പോലീസിനെതിരെ വീണ്ടും കസ്റ്റഡി മർദ്ദന പരാതി. ആളുമാറി കസ്റ്റഡിയിലെടുത്ത ഓട്ടോ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചെന്ന ആരോപണം. അമ്പലത്തറ സ്വദേശി കുമാർ നട്ടെല്ലിന് പരുക്കേറ്റ് ചികിത്സയിൽ. ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് കമ്മീഷണർ. പാലക്കാട് തൃശൂർ റൂട്ടിൽ നാളെ സ്വകാര്യ ബസ് സർവീസുകൾ തടസ്സപ്പെടും. പന്ന്യങ്കര ടോൾ പ്ലാസയിൽ ടോൾ നൽകി സർവീസ് നടത്താൻ കഴിയില്ലെന്ന് ബസ് ഉടമകൾ. ടോൾ നൽകണമെന്ന നിലപാടിൽ ഉറച്ച കരാർ കമ്പനി. ടോൾ പ്ലാസയിൽ സ്വകാര്യ ബസ്സുകൾ നിർത്തിയിട്ട് പ്രതിഷേധം. കനത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് വേനൽ മഴ. പുനലൂരിലും തിരുവനന്തപുരത്തും മഴ ലഭിച്ചു. മധ്യ തെക്കൻ കേരളത്തിലെ ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. 2 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് പ്രവചനം. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. 4 പേർ ഡാമിൽ സന്ദർശനം നടത്തി. സന്ദർശക സംഘത്തിൽ തമിഴ്നാട് ജലസേചന വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറും റിട്ടയർഡ് ASIമാരും. വിവാദമായതിനു പിന്നാലെ കേസെടുത്ത് പോലീസ്. CITU സമരത്തെ തുടർന്ന് കണ്ണൂരിൽ വ്യാപാര സ്ഥാപനം അടച്ചുപൂട്ടി. നേതാക്കളുടെ ഭീഷണിയെ തുടർന്ന് ഹാർഡ്വെയർ കട അടച്ചുപൂട്ടുന്നതായി ഉടമ. സമരം യൂണിയൻ തൊഴിലാളികളെ കൈത്തിറക്കിന് നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട്. തൊഴിൽ നിഷേധം പിൻവലിക്കാതെ സമരം പിൻവലിക്കില്ലെന്ന് CITU. ഹിജാബ് വിഷയത്തിൽ പ്രതിഷേധിച്ച് കർണാടകയിൽ നാളെ ബന്ദ്. 12 മണിക്കൂർ ബന്ദിന് ആഹ്വാനം ചെയ്ത് വിവിധ സംഘടനകൾ. വിവിധയിടങ്ങളിൽ ഇന്ന് ക്ലാസുകൾ ബഹിഷ്കരിച്ച വിദ്യാർത്ഥികൾ. ഹൈക്കോടതി വിധിക്കെതിരായ അപ്പീൽ സുപ്രീം കോടതി ഉടൻ പരിഗണിക്കില്ല. അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം ചീഫ് ജസ്റ്റിസ് തള്ളി. തമിഴ്നാട് മുൻ മന്ത്രിയുടെ സ്ഥാപനങ്ങളിൽ വിജിലൻസ് റെയ്ഡ്. അണ്ണാ-DMK നേതാവിന്റെ സ്ഥാപനങ്ങളിൽ നിന്ന് കണ്ടെടുത്തത് 84 ലക്ഷം രൂപയും 11 കിലോഗ്രാം സ്വർണവും. വിവിധ ക്രിപ്റ്റോ കറൻസികളിലായി 34 ലക്ഷം രൂപ നിക്ഷേപിച്ചതായും കണ്ടെത്തൽ. വിജിലൻസ് റെയ്ഡ് നടത്തിയത് 58 കേന്ദ്രങ്ങളിൽ. മിന്നൽ തലക്കെട്ടുകൾക്ക് ശേഷം വാർത്താമഴ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അനുജ, ഈ പോലീസിനെതിരെ ഈ ആളുമാറി കസ്റ്റഡി എടുക്കുക, കസ്റ്റഡിയിൽ മർദ്ദിക്കുക, ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ ഇപ്പോഴും ഉയരുന്നുണ്ട്. അത് ഏറ്റവും ഒടുവിലായി ഇന്ന് പോലും അത്തരത്തിലേക്ക് പരാതി വരുന്നു. ആ വാർത്തയിലേക്കാണ്. തിരുവനന്തപുരത്ത് പോലീസിനെതിരെ വീണ്ടും കസ്റ്റഡി മർദ്ദന പരാതി. ആളുമാറി കസ്റ്റഡി എടുത്ത ഓട്ടോ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ആരോപണം. അമ്പലത്തറ സ്വദേശി കുമാർ നട്ടെല്ലിന് പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അബദ്ധം പറ്റിയതെന്ന് സമ്മതിച്ച പോലീസ് പണം നൽകി പരാതി ഒതുക്കാൻ ശ്രമിച്ചെന്നും ആരോപണമുണ്ട്. തിരുവല്ലത്ത് പോലീസ് കസ്റ്റഡിയിൽ പ്രതി മരിച്ച സംഭവം. ആറ്റിങ്ങലിൽ കഴിഞ്ഞ ദിവസം ഒരു യുവാവിനെ ലാത്തികൊണ്ട് ക്രൂരമായി മർദ്ദിച്ച സംഭവം. ഇന്ന് വീണ്ടും പുതിയൊരു ആരോപണം കൂടി വന്നിരിക്കുന്നു. ഫോർട്ട് പോലീസ് നിരപരാധിയായ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ പിടിച്ച നട്ടെല്ല് ചവിട്ടി തകർത്തു.
തലസ്ഥാനത്തെ പോലീസിനെതിരെ പരാതി പെരുമഴയാണ്. ഉരുട്ടിക്കൊലയ്ക്ക് പേരുകേട്ട അതേ ഫോർട്ട് പോലീസിനെതിരെയാണ് പുതിയ ആരോപണം. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് ഓട്ടോറിക്ഷ ഡ്രൈവറായ കുമാറിനെ ഫോർട്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. മാലമോഷണ കേസിലെ പ്രതിയെന്ന പേരിലായിരുന്നു കസ്റ്റഡിയിലെടുത്തത്. യഥാർത്ഥ പ്രതിയുടെ പേരിലുള്ള ഓട്ടോ, ആ ഓട്ടോയുടെ പേരും കുമാറിന്റെ ഓട്ടോയുടെ പേരും ഒന്നായിരുന്നു. അക്കാരണത്താലാണ് പോലീസ് കുമാറിനെ പിടികൂടിയത്. മണക്കാട് സ്റ്റാൻഡിൽ നിൽക്കിയ വഴി വണ്ടിയിൽ വന്ന് എത്തി നോക്കി എന്നെ വന്ന് പിടിച്ചു. അവിടെ അടിക്കുകയും വണ്ടി കൊണ്ടുവരികയും ചെയ്തു. ഇവിടെ കൊണ്ടുവന്നതിനെ അവരോട് അടിക്കുകയൊക്കെ ചെയ്തു. അമ്പലത്തറ സ്വദേശിയായ കുമാറിനെ 2 മണിക്കൂർ കസ്റ്റഡിയിൽ വെച്ചു. പോലീസ് സ്റ്റേഷനിലെ ക്രൈം വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെത്തിച്ച് മർദ്ദിച്ചുവെന്നാണ് പരാതി. സിഐയുടെ സ്ക്വാഡിലെ 3 പോലീസുകാർക്കെതിരെയാണ് ആരോപണം. മർദ്ദനമേറ്റ് കുമാർ നിലത്ത് വീണു. എന്നിട്ടും നിർത്തിയില്ല. നടുവിന് തുടരെ ചവിട്ടി. നട്ടെല്ലിന് ഗുരുതരമായി പരിക്കുണ്ടെന്ന് മെഡിക്കൽ കോളേജിലെ പരിശോധനയിൽ വ്യക്തമായി. സർജറിയും ആവശ്യമായി വരും. മർദ്ദനമെല്ലാം കഴിഞ്ഞാണ് ആള് മാറിയെന്ന വിവരം പോലീസ് സ്ഥിരീകരിക്കുന്നത്. അപ്പോഴേക്കും കുമാറിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. വീഴ്ച മനസ്സിലായതോടെ 500 രൂപ നൽകിയിട്ട് പരാതി പറയാതിരിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചെന്നും ആക്ഷേപമുണ്ട്. സംഭവം അന്വേഷിക്കാൻ ജില്ലാ ക്രൈംബ്രാഞ്ചിനെ പോലീസ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കാര്യം. പക്ഷേ ഒന്നുണ്ട്, കുടുംബത്തിന്റെ അത്താണിയായ പനി വന്നാൽ പോലും ആശുപത്രിയിൽ പോകാൻ മടിക്കുന്ന ഒരു തൊഴിലാളിയാണ് പോലീസ് അകാരണമായി നട്ടെല്ലൊടിച്ച് ആശുപത്രിയിൽ കയറ്റിയത്. മണ്ണുമാഫിയ അടക്കം സകല മാഫിയകളുമായി തലസ്ഥാനത്തെ പോലീസ് സന്ധി ചേരുന്നു എന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് ഇത്തരം വാർത്തകളും പുറത്തുവരുന്നത്. ക്യാമറാമാൻ സിറിലിനൊപ്പം ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നതിലേക്കാണ് ഇനി പോകുന്നത്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വാർത്ത. റഷ്യ യുക്രൈൻ ചർച്ചയിൽ ആശാവഹമായ പുരോഗതി ഉണ്ടായിരിക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി 15 രൂപരേഖ തയ്യാറാക്കുന്നത് ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തുവെന്ന് സൂചന. പി ജെയിംസ് ഒരിക്കൽ കൂടി ചേരുന്നു. പി ജെയിംസ്, യുദ്ധം അവസാനിക്കുന്നതിലേക്ക് വഴി തുറക്കുകയാണോ എന്നാണോ മനസ്സിലാക്കേണ്ടത്? അനുജ, അതിലേക്കുള്ള ആശാവഹമായ ചില കാര്യങ്ങൾ നടന്നത് റിപ്പോർട്ട് വരുന്നത്. പ്രത്യേകിച്ച് 2 സംഘവും 4 തവണ ചർച്ച നടത്തിയിരുന്നു. ഏതാണ്ട് ഒരു 5ാമത്തെ ചർച്ചയാണ് നടക്കുന്നത്. ഈ ചർച്ചയ്ക്കിടയിൽ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അതുപോലെ തന്നെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തുറന്നു പറഞ്ഞിരുന്നു പോസിറ്റീവാണ് ചർച്ചകൾ എന്ന്. മാത്രമല്ല, സെലൻസ്കി ഒരു പടി കൂടി കടത്തി പറഞ്ഞിരുന്നു ഇപ്പോഴാണ് യാഥാർത്ഥ്യ ബോധത്തോടെ റഷ്യ സംസാരിക്കുന്നതെന്ന്. എന്തായാലും ഒരു കാര്യം കഴിഞ്ഞ 3 ദിവസമായിട്ട് സെലൻസ്കി പറയുന്നുണ്ട്, നാറ്റോയിൽ അംഗത്വമെടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ യുദ്ധമുണ്ടാവില്ലായിരുന്നു എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും നാറ്റോയിൽ നിന്ന് സൈനികമായിട്ടുള്ള നടപടിയില്ലാതെ മുന്നോട്ട് പോകാൻ ഇനി ഉക്രൈൻ അത്ര എളുപ്പമല്ല. ഉക്രൈൻ്റെ പല നഗരങ്ങളും തകർന്ന് തരിപ്പണമാവുന്നു. കീവിനെ ലക്ഷ്യമാക്കി റഷ്യൻ സൈന്യം വരുന്നു. ആ തരത്തിൽ തന്നെ യാഥാർത്ഥ്യ ബോധം ഉക്രൈൻ ഉണ്ടായിരിക്കുന്നു. റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയ്ക്കും പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് റഷ്യക്കെതിരെ ലോകമെമ്പാടും സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അവർ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക്, റൂബിളിൻ്റെ വിലയൊക്കെ ഇടിയുന്നു. റഷ്യ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ഇപ്പം എല്ലാ തരത്തിലും യൂറോപ്പിനും പ്രശ്നമുണ്ട്. യൂറോപ്പിന് റഷ്യയുടെ പ്രകൃതിവാതകവും എണ്ണയും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പ്രശ്നം. അമേരിക്കയ്ക്ക് സൈനികമായി സഹായിക്കാൻ കഴിയില്ലെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. പൈസ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. 30 ലക്ഷത്തിലേറെ പേർ അഭയാർത്ഥികളായി എത്തിയിരിക്കുന്നു യൂറോപ്പിൽ. യൂറോപ്പ് വലിയ സമ്മർദ്ദത്തിലാണ്. ഇനിയും യുദ്ധം മുന്നോട്ട് പോയാൽ 50, 70, ഒരുപക്ഷെ 1 കോടി വരെ അഭയാർത്ഥികൾ ഉണ്ടാവുമെന്ന് പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ തരത്തിലേക്ക് ചർച്ചകൾ നീണ്ടിട്ടുള്ളത്. റഷ്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യം ഇത് മാത്രമല്ല. ക്രീമിയ അവർ 2014 പിടിച്ചെടുത്തതാണ്. തൊട്ടടുത്ത് ലുഹാൻസ്കും ഡോൺസ്കും അടങ്ങുന്ന റഷ്യൻ വംശജർക്ക് ഭൂരിപക്ഷമുള്ള ഡോൺബാസ് മേഖലയുണ്ട്. ആ മേഖലകൾ റഷ്യക്ക് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു സ്വയംഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചുകൊണ്ട്, ഒരുപക്ഷെ ഒരു രാജ്യമായിട്ട് തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് വിട്ടുകൊടുക്കണമെന്ന ആവശ്യം റഷ്യ ഉന്നയിച്ചിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ
തീരുമാനമായാൽ ഒരുപക്ഷെ യുക്രൈനിലെ യുദ്ധം നിർത്താൻ റഷ്യ തയ്യാറാവും എന്നുള്ള തരത്തിലുള്ള സൂചനകളാണ് വരുന്നത്. പക്ഷേ വളരെ കൃത്യമായ തരത്തിൽ ഏതാണ്ട് ഒരു 70-75% ചർച്ചയിൽ പുരോഗതി ഉണ്ടായെന്ന് പറയുന്നു. ഇനിയും ചില കാര്യങ്ങളിൽ കീറാമുട്ടി കിടപ്പുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കും എന്ന് പറയാൻ വയ്യ. പക്ഷേ ആക്രമണങ്ങളിൽ കുറവുണ്ടായേക്കാം. പ്രത്യേകിച്ച് ഭക്ഷണത്തിന് ക്യൂ നിന്ന ചെർണീവിലെ ആൾക്കാരെയൊക്കെ കൊലപ്പെടുത്തുകയും പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ആശുപത്രിയിൽ തന്നെ ആക്രമണം നടക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഈ റഷ്യ പലപ്പോഴും പറയുന്ന അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നേടാതെ ഒരു പിന്മാറ്റമില്ല എന്ന തരത്തിലാണ് പല ഘട്ടങ്ങളിലും പ്രതികരണമൊക്കെ പുറത്തു വന്നിരുന്നത്. ഈ സമാധാന ചർച്ചയിലേക്ക് എത്തുമ്പോൾ അത്തരത്തിൽ അവരുടെ ഈ ആവശ്യങ്ങൾ, അവരുടെ ഒരു എന്താണോ ലക്ഷ്യമിട്ടത് അതൊക്കെ നേടിക്കഴിഞ്ഞ് അതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് നാറ്റോയിൽ അംഗത്വം സ്വീകരിക്കില്ല എന്ന് എഴുതി കൊടുക്കണം, രേഖാമൂലം ഉറപ്പ് കൊടുക്കണം എന്ന് മാത്രമല്ല ന്യൂട്രൽ രാജ്യമായിരിക്കും, നാറ്റോയുടെയോ റഷ്യയെ എതിർക്കുന്ന ശക്തികളോട് കൂടില്ല, ഒരു ന്യൂട്രാലിറ്റി, അത് ഓസ്ട്രിയ അതുപോലെ സ്വീഡൻ മോഡലിൽ ഒരു ന്യൂട്രാലിറ്റിയെ കുറിച്ച് വരെ ചർച്ച നിഷ്പക്ഷത പാലിക്കുന്ന ഒരു രാജ്യമായിട്ട് നിൽക്കും. റഷ്യൻ പക്ഷത്തും വേണ്ട അപ്പുറത്തും വേണ്ട, പക്ഷേ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിട്ട് പോകാൻ പാടില്ല എന്നുള്ളൊരു ഇത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ യുദ്ധം ആരംഭിച്ചപ്പോൾ റഷ്യ ഉക്രൈനെ തന്നെ കീഴടക്കുക എന്ന ലൈനിലേക്ക് മാറിയപ്പോഴാണ് ഉക്രൈനും യാഥാർത്ഥ്യബോധമുണ്ടായത്. ഒരിക്കലും ഉക്രൈൻ പ്രസിഡന്റ് അവസാന നിമിഷം വരെ പറഞ്ഞത് ഒരു തരത്തിലും യുദ്ധം ഉണ്ടാവില്ല, നിങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങളും അമേരിക്ക പോലുള്ള രാജ്യങ്ങളും വലിയ രീതിയിൽ പരിഭ്രാന്തി പരത്തരുത്, ഇവിടെ ബിസിനസ് തകരുന്നു എന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹം വിചാരിച്ചത് റഷ്യ ആക്രമിക്കില്ലെന്നാണ്. അപ്പോൾ റഷ്യൻ ആക്രമണം വന്നതോടെ ഉക്രൈന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായി. റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയ്ക്കും ഈ പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു സാമ്പത്തിക ഉപരോധം യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന്, അമേരിക്ക ഒരുമിച്ച് നിന്ന്, ലോകത്തെ പ്രമുഖ രാഷ്ട്രങ്ങളൊക്കെ ഒരുമിച്ച് നിന്ന് ഇത്രയും വലിയ രീതിയിലുള്ള ഉപരോധം ഉണ്ടാവുമെന്ന് റഷ്യയും കരുതിയില്ല. അപ്പോൾ രണ്ടുപേരുടെയും പ്രതീക്ഷയ്ക്ക് അപ്പുറമാണ് യുദ്ധത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യക്ക് സാമ്പത്തികമായി തകർന്ന് മുന്നോട്ട് പോകാൻ എളുപ്പമല്ല. റഷ്യയിൽ തന്നെ പുട്ടിനുമേൽ വലിയ സമ്മർദ്ദമുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ സമ്പന്നർക്കെതിരെ വലിയ രീതിയിലുള്ള ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി കൂടുതലായിട്ടുള്ള ഉപരോധങ്ങൾ വരുന്നു. റഷ്യയുടെ റൂബിളിന്റെ വിധ 70% മൂല്യപിടിച്ചു. അതുകൊണ്ട് രണ്ടു കൂട്ടരും ശരി. പി പി ജെയിംസ്, ഇപ്പോൾ ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ടായി വരുന്നത് യുക്രൈൻ പ്രസിഡന്റ് ഏറ്റവും മുതിർന്ന ഒരു ഉപദേഷ്ടാവ് തന്നെ അവരോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഒരു 15 പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച നടന്ന ചർച്ചയിലാണ് ഇതാദ്യമായാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്തത്. അതിൽ പി പി ജെയിംസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേറ്റോ അംഗത്വത്തിൽ നിന്ന് പിന്മാറുക, ഒപ്പം തന്നെ അവരുടെ സൈനിക താവളമാക്കി യുക്രൈനെ മാറ്റാനുള്ള നീക്കം, അതിൽ നിന്നൊക്കെ പിന്തിരിയുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ പദ്ധതിയിലുണ്ട്, ഈ 15 ഇനത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതിലെന്താകും ഇനി വരും മണിക്കൂറുകളിൽ തീരുമാനം എന്നുള്ളത് വളരെ നിർണായകമാണ്. വെൽക്കം ബാക്ക്. വാർത്താമഴ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒരു റിപ്പോർട്ടിലേക്ക് കൂടി നമ്മൾ വളരെ വേഗം കടക്കുകയാണ്. പാലക്കാട് തൃശൂർ റൂട്ടിൽ നാളെ സ്വകാര്യ ബസ് സർവീസുകൾ തടസ്സപ്പെടും. പന്നിയങ്കര ടോൾ പ്ലാസയിൽ ടോൾ നൽകി സർവീസ് നടത്താനാകില്ലെന്ന് ബസ് ഉടമകൾ വ്യക്തമാക്കി. 9400 രൂപയാണ് സ്വകാര്യ ബസ്സുകളുടെ ടോൾ നിരക്ക്. 170ഓളം സർവീസുകളാണ് സ്തംഭിക്കുക. ടോൾ നൽകണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കരാർ കമ്പനി. സുർജിത് അയ്യപ്പ തയ്യാറാക്കിയ റിപ്പോർട്ട്. പന്നിയങ്കര ടോൾ പ്ലാസയിലൂടെ സ്വകാര്യ ബസ്സുകൾ ടോൾ നൽകി സർവീസ് നടത്താനാകില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബസ് ഉടമകൾ. നേരത്തെ ഇവിടെ ചർച്ച പൂർത്തിയാക്കിയിരുന്നു. ഈ ചർച്ചയിൽ കൃത്യമായ രീതിയിലുള്ള തീരുമാനം വന്നിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് വ്യക്തമാക്കാൻ ബസ് ഉടമകളുടെ സംഘടനാ പ്രതിനിധികൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്ത് തരത്തിലുള്ള നിലപാടാണ് നിങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ളത്? സ്വകാര്യ ബസ്സുകൾക്ക് ഏർപ്പെടുത്തിയുള്ള ടോള് ഞങ്ങൾ ടാക്സ് അടയ്ക്കുന്നതിൻ്റെ 3 ഇരട്ടിയാണ്. അപ്പം ഇന്നത്തെ സ്വകാര്യ ബസ്സുകളുടെ ഈ സാമ്പത്തിക സ്ഥിതിയിൽ ഈ പണം കൊടുത്ത് നമുക്കിത് സർവീസ് നടത്താൻ കഴിയില്ല. നമ്മുടെ സംസ്ഥാനത്ത് വേറെയും മറ്റ് ടോൾ പ്ലാസകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഈടാക്കുന്ന ഒരു നിരക്കുണ്ട്. സ്വകാര്യ ബസ്സുകൾക്ക് അവിടെയൊക്കെ ഈടാക്കുന്ന ഒരു നിരക്കുണ്ട്. ആ നിരക്കിൻ്റെ അനേകം ഇരട്ടിയാണ് ഇവിടെ ഈടാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവരിപ്പോൾ പറഞ്ഞിട്ടുള്ള ടോള് കൊടുത്തുകൊണ്ട് ഈ ടോൾ പ്ലാസയിലൂടെ ഒരു സ്വകാര്യ ബസ്സുകൾക്കും കടന്നു പോകാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം ഈ ഇന്നലെ വരെ ഞങ്ങളെ ഈ ടോൾ പ്ലാസയിൽ നിന്ന് അവർ ഞങ്ങൾ ഇത് ഈടാക്കിയിരുന്നില്ല. ഇന്നാണ് ഇവരിങ്ങനെ ഈടാക്കുമെന്ന് പറഞ്ഞത്. ഇനി അവരിന്ന് ഈടാക്കാൻ ഇന്ന് ഞങ്ങളെ ബസ്സുകളെ വിട്ടിട്ടുണ്ട്. നാളെ ഈടാക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബസ്സുകൾ അവിടെ നിർത്തി ഞങ്ങൾ ബസ്സുകൾ ഓടണ്ട എന്ന് തീരുമാനിക്കാനാണ് ഇതുവരെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നല്ലോ. ആ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അത്തരത്തിൽ അനുകൂലമായ നിലപാടാണോ ടോൾ കമ്പനി സ്വീകരിച്ചത്? എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചയിൽ പോസിറ്റീവായിട്ടുള്ള സംഗതികൾ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ടോൾ കമ്പനികളുടെ ഉത്തരവാദപ്പെട്ട ഒരാളും ഇവിടെ ഇല്ല.
ഇവിടെ പണം പിരിക്കാൻ കുറച്ച് ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് അവരൊക്കെ ഇവിടുന്ന് മാറി നടക്കുക. ഇവിടെ ബഹുമാനപ്പെട്ട CI ഇവിടെ വന്നിട്ടുണ്ട്, ഞങ്ങൾ ബഹുമാനപ്പെട്ട MLA സംസാരിച്ചിരുന്നു. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുന്ന ഉത്തരവാദപ്പെട്ട ഒരാൾ ഇവിടെ ഇല്ല, ഞങ്ങൾക്ക് ആലോചിക്കണം പറയണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ MLA സംസാരിച്ചിരുന്നു. MLA ശനിയാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒറ്റ തീരുമാനം മാത്രമേ ഉള്ളൂ, ടോള് കൊടുത്തുകൊണ്ട് ഈ പറയുന്ന നിരക്കിലുള്ള ടോൾ കൊടുത്തുകൊണ്ട് സ്വകാര്യ ബസ്സുകൾ ഈ ടോൾ പ്ലാസ കടന്നു പോകില്ല. നമുക്ക് അനുകൂലമല്ലാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നാളെ സർവീസ് നടത്തില്ല. കാരണം ഇത്രയും 9,400 രൂപ അടച്ചുകൊണ്ട് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുക എന്നുള്ളത് തികച്ചും എന്താ പറയുക, അഫോർഡബിൾ അല്ല, ഞങ്ങളെക്കൊണ്ട് അസാധ്യമാണ്, ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. 9,400 രൂപ പ്രതിമാസം ബസ്സുകൾക്ക് വരും. കോവിഡ് കാല പ്രതിസന്ധിയിൽ ഈ വ്യവസായ മേഖല അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ഭീമമായ തുക ഇവരുടെ മുകളിൽ വരുന്നത് എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ആക്ഷേപം. അങ്ങനെ ഒരു സ്ഥിതി വന്നാൽ നാളെ മുതൽ സ്വകാര്യ ബസ്സുകൾ ടോൾ നൽകിക്കൊണ്ട് ടോൾ പ്ലാസ കടന്നു പോകില്ല എന്നുള്ള നിലപാടാണ് ബസ് ഉടമകൾ പങ്കുവയ്ക്കുന്നത്. രഞ്ജിത്താർ പാപ്പിക്കൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 പാലക്കാട്. റിപ്പോർട്ടോടെ ഇന്നത്തെ വാർത്താമഴ പൂർത്തിയാകുന്നു. വീണ്ടും നാളെ രാത്രി 8 മണിക്ക് കാണാം. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.